പശ്ചിമേഷ്യ അശാന്തമായി തുടരുന്നു. ഇറാൻ പുതിയ പരമോന്നത നേതാവായി മുസ്തഫ ഖമനേയിയെ തെരഞ്ഞെടുത്തു. ആക്രമണത്തിൽ സൗദിയിൽ ഇന്ത്യക്കാരനടക്കം 2 പേർ മരിച്ചു. ക്രൂഡ് ഓയിൽ വില ബാരലിന് $100. In Iran and the subsequent attacks in several Gulf countries. The CCS was concerned over the safety and security of the Indian community in the region. പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ രാജ്യസഭയിൽ പ്രസ്താവന നടത്തി എസ് ജയശങ്കർ. ഇന്ത്യക്കാരുടെ സുരക്ഷയും ഊർജ്ജ സംരക്ഷണവും ഉറപ്പാക്കും. വേണ്ടത് ചർച്ചയും നയതന്ത്രവുമെന്ന് വിദേശമന്ത്രി. പ്രസ്താവന പോരാ, ചർച്ച വേണമെന്ന് പ്രതിപക്ഷം. CPIയിൽ വീണ്ടും പേയ്മെന്റ് സീറ്റ് വിവാദം. പൊട്ടിത്തെറിച്ച് നാട്ടിക MLA CC മുകുന്ദൻ. ഗീതാ ഗോപിക്കെതിരെ ഗുരുതര ആരോപണം. നിലവിൽ ഇത്ര അപകടകാരിയായിരുന്ന ഗീതാ ഗോപിയെ പേയ്മെന്റ് സീറ്റ് കൊണ്ട് മേടിക്കുന്നു പറയുമ്പോൾ എനിക്കത് എന്തോ സംശയം നിലനിൽക്കുന്നു. പേയ്മെന്റ് സീറ്റ് എന്നൊന്നല്ലേ തോന്നാനുള്ള കാരണം ഞാനും 5 വർഷം ഭരിച്ചതാണ്. ഈ ഗീതാ ഗോപി 10 വർഷക്കാലം ഈ മണ്ഡലത്തിൽ നിന്നതാണ്. 5 വർഷം 10 വർഷം നിങ്ങൾ പരിശോധിക്കപ്പെടാൻ തന്നെ ബാധിക്കില്ലെന്ന് ഗീതാ ഗോപി. ബാക്കിയുള്ള പരാമർശങ്ങളൊന്നും എന്നെ ബാധിക്കുന്നതല്ല. നാട്ടികയിലെ ജനവിധി അത് ജനങ്ങൾ നിശ്ചയിക്കും. എന്നെ നെഞ്ചിലേറ്റിയതാണ് നാട്ടിയുടെ ജനം. ആ ജനങ്ങൾക്കറിയാം 10 വർഷം എന്താണ് ഇവിടെ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ. പൊട്ടലും ചീറ്റലും എന്നത് മാധ്യമ സൃഷ്ടിയെന്ന് ബിനോയ് വിശ്വം. മുകുന്ദനെ കൂടെ നിർത്താൻ UDF BJP ശ്രമം. സ്വതന്ത്രനായി മത്സരിക്കാൻ ഇല്ലെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ. കോൺഗ്രസ് സ്ഥാനാർത്ഥി ചർച്ചകൾക്കായി കോൺഗ്രസ് നേതാക്കൾ ഡൽഹിയിലേക്ക്. തിരുവനന്തപുരം സെൻട്രൽ ഉറപ്പിച്ച് CP ജോൺ. BJP കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗം ഇന്ന്. ഷാഫി പറമ്പിലിനോടും രാഹുൽ മാങ്കൂട്ടത്തിലിനോടുമുള്ള അഭിപ്രായ വ്യത്യാസം തുറന്നു പറഞ്ഞ് ചാണ്ടി ഉമ്മൻ. ഇതിനകത്തുള്ള ഞങ്ങൾ പൊളിറ്റിക്കലി 2 സ്റ്റാൻഡ് എടുക്കേണ്ടി വരും. പ്രത്യേകിച്ച് എൻ്റെ ഫാദറിൻ്റെ ഡെത്തുമായി ബന്ധപ്പെട്ട് ആ സമയത്ത് അല്ലെങ്കിൽ എൻ്റെ ഡെത്തിന് തൊട്ട് മുമ്പ് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. അഭിപ്രായ വ്യത്യാസം വന്നപ്പോൾ അതിൻ്റെതായ ഇഷ്യൂസാണ്, അല്ല പൊളിറ്റിക്കൽ ഇഷ്യൂസാണ് അത്. തെരഞ്ഞെടുപ്പിൽ കുടുംബത്തിൽ നിന്ന് മറ്റൊരു സ്ഥാനാർത്ഥി ഉണ്ടാകാനുള്ള സാധ്യത. ഞാനിപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ നേരത്തെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞ പോലെ 6 എത്തിയിട്ട് പാലം അന്വേഷിക്കുന്നു. 6 എത്തുന്നതിന് മുമ്പ് ഞങ്ങൾ അന്വേഷിക്കുന്നു. നോ ഇല്ല. അപ്പോഴും സോളാർ കേസിൽ ഗണേഷ് കുമാറിൽ നിന്ന് നീചമായ പ്രവർത്തികളാണ് ഉണ്ടായതെന്ന് ആവർത്തിച്ച് മാത്രമല്ല ഞാൻ പറഞ്ഞത്. ഇത്രയും അടുപ്പം ഉണ്ടായിരുന്ന ഒരാളിൽ നിന്ന് ഇങ്ങനെ കേൾക്കുമ്പോൾ ഇതേപോലൊരു കാര്യം ഞങ്ങൾ എക്സ്പെക്ട് ചെയ്തിരുന്നില്ല. ബാക്കിയുള്ളതൊക്കെ നിയമം പ്രൂവ് ചെയ്യട്ടെന്നേ ഞാനതിനെക്കുറിച്ച് ഞാനൊരു കമൻറ്റ് പറയുന്നു. ബാക്കിയൊന്നും ഞാൻ ജഡ്ജ് ചെയ്യുന്നില്ല, ഒരാളും ജഡ്ജ് ചെയ്യുന്നില്ല. സമരം ശക്തമാക്കി യുണൈറ്റഡ് നേഴ്സസ് അസോസിയേഷൻ. അനിശ്ചിതകാല പണിമുടക്കുമായി നേഴ്സുമാർ. കൊച്ചി ആസ്റ്റർ മെഡിസിറ്റിയിൽ പ്രതിഷേധം. അത്യാഹിത വിഭാഗങ്ങളിൽ ജോലിക്ക് കയറിയത് 56 പേർ മാത്രം. ആറ്റുകാൽ പൊങ്കാലയ്ക്കിടെ തീപ്പൊള്ളലേറ്റ് ചികിത്സയിൽ കഴിഞ്ഞ സ്ത്രീ മരിച്ചു. ജീവൻ നഷ്ടമായത് കോഴിക്കോട് വെസ്റ്റ് ഹിൽ സ്വദേശി വിജിഷയ്ക്ക്. അപകടം പൊങ്കാലയ്ക്കിടെ സാരിയിൽ തീ പടർന്നു. ഇറാൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമനേയിയുടെ പിൻഗാമിയായി മകൻ മുസ്തഫ ഖമനേയിയെ തെരഞ്ഞെടുത്തു. ദേശീയ ടെലിവിഷൻ ചാനലാണ് ഈ വിവരം പുറത്തുവിട്ടത്. ഇറാനിലെ മുതിർന്ന രാഷ്ട്രീയ നേതാക്കളും സേനാ വിഭാഗമായ IRGCയും മുസ്തഫയ്ക്ക് പിന്തുണ അറിയിച്ചിട്ടുണ്ട്. പുതിയ നേതാവിന്റെ തെരഞ്ഞെടുപ്പിന് പിന്നാലെ പശ്ചിമേഷ്യയിലെ സാഹചര്യം രൂക്ഷമായി തുടരുകയാണ്. സൗദി അറേബ്യയിൽ ഒരു ഇന്ത്യൻ പൗരനുൾപ്പെടെ 3 പേർ കൊല്ലപ്പെട്ടു. ബഹ്റൈനിൽ ഡ്രോൺ ആക്രമണത്തിൽ 32 പേർക്ക് പരിക്കേറ്റു. ആഗോള സാമ്പത്തിക രംഗത്തും പ്രതിസന്ധി ഗുരുതരമാണ്. ക്രൂഡ് ഓയിലിന്റെ വില 100 കടന്നു. ഇന്ത്യയിൽ സെൻസസ് സൂചികയിലും വൻ ഇടിവുണ്ടായി. സ്വർണത്തിന്റെ വില കുറഞ്ഞു. രൂപയുടെ മൂല്യവും താഴേക്കാണ്. കൂടുതൽ വിവരങ്ങളുമായി അജയ് സുധ ബിജു ചേരുകയാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന്. അജയ്, സാമ്പത്തിക മാന്ദ്യം പ്രകടമാണ്, സാമ്പത്തിക പ്രതിസന്ധി പ്രകടമാണ് ആഗോളതലത്തിൽ. അതോടൊപ്പം തന്നെ ഗൾഫ് രാജ്യങ്ങളിൽ ആക്രമണം തുടരുന്നു എന്നുള്ള കാര്യവും സംശയമില്ലല്ലോ ഇറാന്റെ ഭാഗത്ത് നിന്ന്.
മഞ്ജുഷ്, ഈ നിലവിൽ സംഘർഷം ആരംഭിച്ചതിന് ശേഷം രണ്ടാമത്തെ ഞായറാഴ്ചയാണ് നിലവിൽ കഴിഞ്ഞിരിക്കുന്നത്. അതായത് ഇന്നലെ ഹോളിഡേ ആയിരുന്നു. ഇന്ന് മാർക്കറ്റ് റീ ഓപ്പൺ ചെയ്തതിന് ശേഷം വളരെ മോശം സാഹചര്യമാണ് എല്ലാ രാജ്യങ്ങളിലും ഒരേപോലെ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇതിൽ ഒരു ഭൂഖണ്ഡങ്ങൾ പ്രത്യേകിച്ചോ അല്ലെങ്കിൽ മറ്റ് തലങ്ങളിലൊന്നും തന്നെ ഇതിന് വ്യത്യസ്തതയില്ല. എങ്കിലും ഏഷ്യൻ രാജ്യങ്ങളിൽ പ്രതിസന്ധി കുറച്ച് ഗുരുതരം തന്നെയാണ്. ഇന്ന് ക്രൂഡ് ഓയിൽ വില ബാരലിന് $115 വരെ എത്തി എന്നുള്ളൊരു സാഹചര്യമുണ്ട്. $100 പിന്നിടുന്നത് 2022 ശേഷം ക്രൂഡ് ഓയിലിന് ഈ $100 മുകളിൽ ഈ തുക ഉയർന്നു പോകുന്നത് ഇത് ആദ്യമായിട്ടാണ്. കോവിഡ് കാലത്തിന് ശേഷം ഇത്രയും മോശം സാഹചര്യത്തിലൂടെ ലോകം ഇപ്പോഴാണ് കടന്നു പോകുന്നത്. ഇതിനു മുൻപേ ഗാസ സംഘർഷമുണ്ടായിരുന്നു, റഷ്യ യുക്രൈൻ യുദ്ധമുണ്ടായിരുന്നു. അപ്പോഴൊന്നും തന്നെ ഇത്ര മോശം സാഹചര്യത്തിലേക്ക് ക്രൂഡ് ഓയിലിൻ്റെ വില ഉയർന്നു പോയിട്ടില്ല. ഇപ്പോൾ അതിനെ തുടർന്ന് വിവിധ രാജ്യങ്ങളിൽ പെട്രോളിയം ഡീസൽ ഉൽപ്പന്നങ്ങളുടെ വില വർധനവ് ഉടൻ തന്നെ നടപ്പിലാക്കേണ്ടി വരും എന്നാണ് സൂചന. ഈയൊരു സാഹചര്യത്തിൽ സൗത്ത് കൊറിയ അവരുടെ ക്രൂഡ് ഓയിൽ അതുപോലെ തന്നെ മറ്റ് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില നിയന്ത്രിക്കാനുള്ള നടപടികൾ തുടങ്ങിയിട്ടുണ്ട്. പ്രസിഡന്റ് ഇതുമായി ബന്ധപ്പെട്ട പ്രത്യേക ക്യാബിനറ്റ് യോഗം വിളിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട്. 30 വർഷങ്ങൾക്ക് ശേഷം സൗത്ത് കൊറിയ ആദ്യമായിട്ടാണ് ഈ വില നിയന്ത്രിക്കാൻ, ഈ എണ്ണ സാമഗ്രികളുടെ വില നിയന്ത്രിക്കാനുള്ള അടിയന്തര നടപടി നിലവിൽ സ്വീകരിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ സെൻസെക്സ് സൂചികയിലും വളരെ ഒരു മോശം നിലവാരമാണ് ഇന്ന് രേഖപ്പെടുത്തിയിട്ടുള്ളത്. 2300ഓളം പോയിന്റാണ് ഇന്ന് മാത്രം സെൻസെക്സിൽ ഇടിഞ്ഞത്. നിഫ്റ്റിയിൽ 700 പോയിന്റ് ഇടിഞ്ഞതായിട്ടും റിപ്പോർട്ടുണ്ട്. എല്ലാ സൂചികകളും താഴേക്ക് തന്നെയാണ് ഇന്ന് കൂപ്പുകുത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ സ്വർണ്ണവിലയിലും കുറവുണ്ടായിട്ടുണ്ട്. സ്വർണ്ണവിലയിൽ ഗ്രാമിന് 180 രൂപ കുറഞ്ഞ് ഗ്രാമിന് 14,820 രൂപ വന്നു. പവന് 11,000 രൂപയിലും എത്തി. അതുപോലെ തന്നെ രൂപയുടെ മൂല്യവും കുറഞ്ഞിട്ടുണ്ട്. 47 പൈസയുടെ ഇടിവാണ് ഇന്ന് ഡോളറിനെതിരെ രേഖപ്പെടുത്തിയത്. അങ്ങനെ ഡോളറിനെതിരെ രൂപയുടെ മൂല്യം 92 രൂപ 21 പൈസയിലെത്തി. കഴിഞ്ഞ ആഴ്ച രൂപയുടെ എക്കാലത്തെയും വലിയ വീഴ്ച റിപ്പോർട്ട് ചെയ്തതാണ്. അന്ന് 92.31 എന്നുള്ള നിലയിലായിരുന്നു. അന്നത്തേൽ നിന്ന് കുറച്ച് മെച്ചപ്പെട്ട് ഇന്ന് വീണ്ടും രൂപയുടെ മൂല്യം ഇടിയുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ നിലവിൽ ഇന്റർനാഷണൽ മോണിറ്ററിംഗ് ഫണ്ട് ഡയറക്ടറിൻ്റെ ഒരു പ്രസ്താവന പുറത്തു വന്നിട്ടുണ്ട്. IMFന്റെ അഭിപ്രായം അനുസരിച്ച് നിലവിൽ ലോകം ഒരു വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. ഇത് ഇനിയും മോശമാകാൻ സാധ്യതയുള്ളതായിട്ടാണ് IMF നിലവിൽ പ്രവചിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ G7 രാജ്യങ്ങൾ ഒരു അടിയന്തര നീക്കത്തിനും മുന്നോട്ട് പോകുന്നുണ്ട്. അതായത് അന്താരാഷ്ട്ര ഊർജ ഏജൻസിയിൽ നിന്ന് അവരുടെ അടിയന്തര സ്റ്റോറേജിൽ നിന്നുള്ള കുറച്ച് ഓയിൽ റിസർവ് അത് പുറപ്പെടുവിക്കണം എന്നുള്ളൊരു ആവശ്യം G7 രാജ്യങ്ങൾ ഉന്നയിക്കാൻ സാധ്യതയുണ്ട്. അതായത് ഈ ഇന്ധന കമ്മി ഉൾപ്പെടെ രേഖപ്പെടുത്തിയ പശ്ചാത്തലത്തിലാണ് ഇവർ ഇത്തരത്തിൽ അന്താരാഷ്ട്ര ഊർജ ഏജൻസിയുടെ ഒരു അടിയന്തര സ്റ്റോറേജിൽ നിന്ന് ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യണം എന്നുള്ളൊരു നീക്കത്തിലേക്ക് എത്തിയത്. US ഉൾപ്പെടെയുള്ള G7 രാജ്യങ്ങൾ ഇതിനെ പിന്തുണയ്ക്കുന്നു എന്നാണ് വിവരമുള്ളത്. ഇന്ന് G7 രാജ്യങ്ങളുടെ ഒരു അടിയന്തര യോഗം ചേരുന്നുണ്ട്. ശരി അജയ്, മറ്റൊരു കാര്യം, ഇറാൻ ഗൾഫ് രാജ്യങ്ങളിലെ ആക്രമണം തുടരുകയാണോ? പുതുതായിട്ടുള്ള ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടോ ഇപ്പോൾ? തീർച്ചയായിട്ടും ഇന്ന് ഏറ്റവും വലിയ ആക്രമണങ്ങൾ ഉണ്ടായത് ഈ സൗദി അറേബ്യയിലും അതുപോലെ തന്നെ ബഹ്റൈനിലുമാണ്. സൗദി അറേബ്യയിൽ ഒരു ഇന്ത്യൻ പൗരൻ്റെ മരണത്തിനിടയാക്കിയിട്ടുള്ള ഒരു ആക്രമണം ഉണ്ടായിരുന്നു. ഇവിടേക്കൊരു ഡ്രോൺ ആക്രമണം നടന്ന് ഈ ഡ്രോൺ ഇന്റർസെപ്റ്റ് ചെയ്ത് നശിപ്പിച്ചത് കാരണം അതിൻ്റെ അവശിഷ്ടങ്ങൾ വീണ് ഒരു കെട്ടിടം തകരുകയായിരുന്നു. ഈ കെട്ടിടത്തിനകത്ത് ഉണ്ടായിരുന്ന ഒരു ഇന്ത്യൻ പൗരനും അതുപോലെ തന്നെ 2 ബംഗ്ലാദേശി പൗരന്മാരുമാണ് കൊല്ലപ്പെട്ടത്. അതുപോലെ തന്നെ മറ്റ് 16ഓളം പേർക്ക് പരിക്കേൽക്കുന്ന ഒരു നിലയും ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ബഹ്റൈനിലുള്ള ഒരു എണ്ണ സംഭരണ കേന്ദ്രത്തിന് നേരെ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ ഇവിടെ സാഹചര്യം ഗുരുതരമായത് കാരണം ഇവിടെയുള്ള അമേരിക്കൻ പൗരന്മാരോട് എത്രയും വേഗം നാട്ടിലേക്ക് തിരിച്ചെത്തണം എന്നാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഇവിടെയുള്ള US എംബസിയും ഉടൻ തന്നെ പൂട്ടണം എന്നുള്ള ഒരു അറിയിപ്പും നൽകിയിട്ടുണ്ട്. അതുപോലെ ഇപ്പോൾ മറ്റൊരു ആക്രമണം നടന്നത് ബഹ്റൈനിലാണ്. ബഹ്റൈനിൽ ഒരു ഡ്രോൺ തകർന്നു വീണ് 32 പേർക്ക് പരിക്കേൽക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. ഇതിൽ 2 വയസ്സുള്ള ഒരു കുട്ടിയും അതുപോലെ തന്നെ 17 വയസ്സുള്ള ഒരു പെൺകുട്ടിയുമുണ്ട്. ഈ പെൺകുട്ടിയുടെ നില അതീവ ഗുരുതരമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. തലയ്ക്കും കണ്ണിനും ഗുരുതര പരിക്കും ഏറ്റിട്ടുണ്ട്. അതുപോലെ തന്നെ ഇറാനും തിരിച്ചടികൾ വളരെ ശക്തമായി തന്നെ ലഭിക്കുന്നുണ്ട്. ഇറാനുള്ളിലേക്ക് നോക്കുകയാണെങ്കിൽ ഇന്ന് IRGCയുടെ പല പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളും അതുപോലെ ഒരു പോലീസ് ആസ്ഥാനം
ഇസ്ഫാക്കിലുള്ള ഒരു കമാൻഡ് സെൻറ്റർ ഇതെല്ലാം തകർത്തതായിട്ടാണ് ഇസ്രായേൽ ആർമി വ്യക്തമാക്കുന്നത്. അതുപോലെ ലെബനനിലും ആക്രമണം ശക്തമായി തന്നെ തുടരുകയാണ്. പല രാജ്യങ്ങളിലും UAE ഉൾപ്പെടെ നിരവധി ഡ്രോണുകൾ തകർത്തതായിട്ടാണ് വിവരം ലഭിച്ചിട്ടുള്ളത്. ഇത്തരത്തിൽ പശ്ചിമേഷ്യയിൽ വിവിധ മേഖലകളിലേക്ക് സംഘർഷം വ്യാപിക്കുന്നു. ശരി അജയ്, മറ്റൊരു കാര്യം എന്ന് പറയുന്നത് മുസ്തഫ ഖമനേയിയെ പരമോന്നത നേതാവായി ഇറാൻ തെരഞ്ഞെടുത്തതിന് ശേഷം ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും പ്രതികരണം വരുന്നുണ്ടോ? ട്രംപ് ഇതേക്കുറിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? ട്രംപിന്റെ ഒരു പൊതുവേദിയിലുള്ള പ്രഖ്യാപനം അല്ലെങ്കിൽ ട്രൂത്ത് സോഷ്യൽ വഴിയുള്ള പ്രതികരണം ഒന്നും നിലവിൽ ലഭ്യമായിട്ടില്ല. അദ്ദേഹം 2 മാധ്യമങ്ങൾക്ക് പ്രസ്താവനകൾ നൽകിയതിൽ നിന്നുള്ള വിവരങ്ങളാണ് നമുക്ക് നിലവിൽ ലഭിക്കുന്നത്. അദ്ദേഹം ഇസ്രായേലി ടൈംസിന് നൽകിയിട്ടുള്ള അഭിമുഖത്തിൽ ഇതിനെപ്പറ്റി പ്രതികരിച്ചിട്ടുണ്ട്. അതിൽ അദ്ദേഹം പറഞ്ഞത് നമുക്ക് എന്ത് സംഭവിക്കുമെന്ന് കാത്തിരുന്ന് കാണാം എന്നാണ് പറഞ്ഞത്. അതുമാത്രമല്ല, ഇപ്പോൾ നിലവിൽ ഉള്ള ഈ ഒരു യുദ്ധം ഇതിൻ്റെ ഒരു സമാപനത്തെ പറ്റിയിട്ട് നിർണായക തീരുമാനമെടുക്കേണ്ടത് ബെഞ്ചമിൻ നെതന്യാഹുവുമായിട്ടുള്ള കൂടി ചർച്ചകൾക്ക് ശേഷമാണ്. അല്ലാതെ തനിക്ക് ഒറ്റയ്ക്കൊരു തീരുമാനമെടുക്കാൻ സാധിക്കില്ല എന്നും ട്രംപ് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഫോക്സ് ന്യൂസിന് നൽകിയിട്ടുള്ള ഒരു ടെലിഫോണിക് അഭിമുഖത്തിൽ ട്രംപ് പറഞ്ഞത് ഈ ഒരു മുജ്തബ ഖമനയുടെ നിയമനത്തിൽ താൻ ഒട്ടും സന്തുഷ്ടനല്ല എന്ന് ട്രംപ് സൂചിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ ഇസ്രായേൽ ഡിഫൻസ് മിനിസ്ട്രിയുടെ ഭാഗത്തു നിന്നാണ് ഒരു പ്രതികരണം വരുന്നത്. ഡിഫൻസ് മിനിസ്ട്രി പറയുന്നത് അവർ ആരെ പുതിയ നേതാവായി തെരഞ്ഞെടുത്താലും നിലവിലുള്ള ഭരണകൂടത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന എല്ലാ നേതാക്കളെയും തങ്ങൾ ഉടൻ തന്നെ വകവരുത്തും, അവിടെ ഒരു ഭരണമാറ്റം കൊണ്ടുവരുമെന്നാണ്. അതുകൊണ്ട് ആരെ പുതിയ നേതാവായി അവരോധിച്ചാലും യാതൊരു പ്രശ്നവുമില്ല എന്ന് ഇസ്രായേലും പറഞ്ഞിട്ടുണ്ട്. എന്തായാലും നിലവിൽ ആദ്യ ആഴ്ചയിൽ നിന്ന് തുടങ്ങി ഇപ്പോൾ 2ാമത്തെ ആഴ്ചയിലേക്ക് യുദ്ധം കടക്കുമ്പോൾ അമേരിക്കയും ഇസ്രായേലും ആദ്യം പറഞ്ഞ കാര്യത്തിൽ അവർക്ക് ചെറിയൊരു പരാജയം ഈ വിഷയത്തിൽ നേരിട്ടിട്ടുണ്ട് എന്ന് വേണം നമുക്ക് നിലവിലെ സാഹചര്യത്തിൽ മനസ്സിലാക്കാൻ. അവർ ആദ്യം ആയത്തുള്ള അലി ഖമനയെ കൊലപ്പെടുത്തിയപ്പോൾ ജനങ്ങളോട് ഭരണം അട്ടിമറിക്കണമെന്നും ജനങ്ങൾ ഭരണം തങ്ങളുടെ കയ്യിലേക്ക് കൊണ്ടുവരണമെന്നുള്ള ആഹ്വാനം ഇസ്രായേലും അമേരിക്കയും നടത്തിയിരുന്നു. എന്നാൽ അവിടെ US-ഉം ഇസ്രായേലും ആഗ്രഹിക്കുന്നത് പോലെ ഒരു ഭരണമാറ്റം വന്നില്ല എന്ന് മാത്രമല്ല, ഇറാൻ തങ്ങളുടെ പുതിയ പരമോന്നത നേതാവായിട്ട് ആയത്തുള്ള അലി ഖമനയുടെ മകൻ മുജ്തബ ഖമനയെ നിയമിച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ഇത് ശരിക്കും 2 രാജ്യങ്ങൾക്കും ഒരു തിരിച്ചടിയാണ്. ഈ തിരിച്ചടിയെ അവർ എങ്ങനെയായിരിക്കും ഇനി വരും ദിവസങ്ങൾ നേരിടാൻ പോകുക എന്നുള്ളത് ഈ യുദ്ധത്തിന്റെ മുന്നോട്ടുള്ള പോക്ക് അത് നിർണായകം തന്നെയായിരിക്കും. ശരി, അജയ് സുധാ ബിജുവാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. മുസ്തഫ ഖമനേയിയെ അംഗീകരിക്കില്ല എന്നുള്ള കാര്യം അമേരിക്കയും ഇസ്രായേലും വ്യക്തമാക്കി കഴിഞ്ഞിട്ടുള്ളതാണ്. ആരാണ് മുസ്തഫ ഖമനേയി? അയത്തുള്ള അലി ഖൊമൈനി കൊല്ലപ്പെട്ടതോടെ അക്ഷരാർത്ഥത്തിൽ ഒരു ശൂന്യതയാണ് ആ രാജ്യത്ത്. കാരണം 30-35 വർഷമായി ആ രാജ്യത്തിൻ്റെ പരമാധികാരിയായിരുന്ന ഒരാളാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഖൊമൈനിയുടെ പിൻഗാമി ആരായിരിക്കും എന്ന ചോദ്യം എല്ലായിടത്തു നിന്നും ഉയരുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. അവിടെയാണ് മുസ്തഫ ഖമനേയി എന്ന പേര് പ്രസക്തമാകുന്നത്. മുസ്തഫ അയത്തുള്ള അലി ഖൊമൈനിയുടെ 2ാമത്തെ മകനാണ്. ഇതിനു മുൻപ് തന്നെ ഇറാൻ്റെ ഭരണകാര്യങ്ങളിൽ ഇടപെടുകയും മറ്റും ചെയ്ത ആളാണ്. വലിയ ബിസിനസ്സുകാരനാണ്. ദുബായിലും UK-യിലുമൊക്കെ ആഡംബര ഭവനങ്ങളും ഹോട്ടലുകളും മറ്റുമുള്ള വലിയ ഒരു ശൃംഖലയുടെ ഉടമ കൂടിയാണ് മുസ്തഫ. മുസ്തഫയുടെ പ്രത്യേകതകൾ വളരെ വേഗം നമുക്ക് ഒന്ന് നോക്കാം. ഒന്ന്, മുസ്തഫ അറിയപ്പെടുന്നത് അയത്തുള്ള അലി ഖൊമൈനിയുടെ 2ാമത്തെ മകൻ എന്ന നിലയിലാണ്. ആയിരക്കണക്കിന് കോടി രൂപയുടെ ആസ്തിയുള്ള ഒരാൾ കൂടിയാണ് ഇയാൾ. 6 മക്കളാണ് അയത്തുള്ള അലി ഖൊമൈനിക്കുള്ളത്. 6 മക്കളിൽ 2ാമനാണ് മുസ്തഫ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, പിതാവിൻ്റെ സർവ്വസവിശേഷതകളുമുള്ള മകൻ എന്ന വിശേഷണം കൂടി മുസ്തഫയ്ക്കുണ്ട്. ഭരണത്തിലും സേനയിലും ആദ്യം മുതൽ തന്നെ, പിതാവ് ശക്തനായ കാലം മുതൽ തന്നെ ഭരണത്തിലും സേനയിലും നിർണായകമായ സ്വാധീനം മുസ്തഫയ്ക്കുണ്ട് എന്നുള്ളത് മുസ്തഫയുടെ ഒരു അഡ്വാൻറ്റേജായി പറയപ്പെടുന്ന പശ്ചാത്തലമുണ്ട്. മറ്റൊന്ന്, ഇസ്രായേലിൻ്റെ ഹിറ്റ് ലിസ്റ്റിലുള്ള ഒരാൾ കൂടിയാണ് മുസ്തഫ എന്നുള്ളതാണ്. ഇസ്രായേലിൻ്റെ ഹിറ്റ് ലിസ്റ്റിലുള്ള ആളാണ്. ഉപരോധങ്ങളെ മറികടന്ന് കെട്ടിപ്പടുത്തത് വലിയൊരു സാമ്പത്തിക സാമ്രാജ്യമാണ്. നമുക്കറിയാം, ഇറാനുമേൽ അമേരിക്കയിലടക്കം വലിയ ഉപരോധങ്ങൾ, ലോകരാജ്യങ്ങളിൽ മിക്കവയുടെയും വലിയ ഉപരോധമുണ്ട്. അവരുടെ ആണവ പദ്ധതികളുമൊക്കെ ബന്ധപ്പെട്ടാണ്. അതിനെയൊക്കെ മറികടന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ദുബായിലും UK-യിലുമൊക്കെ ഹോട്ടൽ ശൃംഖലകൾ, ഒപ്പം ആഡംബര ഭവനങ്ങളൊക്കെയുള്ള വലിയ ബിസിനസ് സാമ്രാജ്യമുള്ള ഒരാൾ കൂടിയാണ് മുസ്തഫ എന്നുള്ളതാണ്. ഇത് പല ഇടനിലക്കാരുടെയും സഹായത്തോടെയാണ് ഇത്തരം ബിസിനസ് സാമ്രാജ്യങ്ങൾ കെട്ടിപ്പൊക്കിയത് എന്നുള്ള ആക്ഷേപം മുസ്തഫയ്ക്കെതിരെ നേരത്തെ മുതൽ ഉണ്ട് താനും. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ലണ്ടനിലും ദുബായിലും ആഡംബര വസതികൾ. 2019 മുതലാണ് മുസ്തഫയ്ക്കും US ഉപരോധം ഏർപ്പെടുത്തിയത്. അയത്തുള്ള അലി ഖൊമൈനിക്ക് ഉപരോധം ഏർപ്പെടുത്തിനൊപ്പം മുസ്തഫയും US-ന്റെ റഡാറിലുണ്ടായിരുന്ന, ഹിറ്റ് ലിസ്റ്റിലുണ്ടായിരുന്ന ഒരാളാണ് എന്ന് മനസ്സിലാക്കണം. ഒപ്പം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നിലവിൽ വിദഗ്ധരുടെ അസംബ്ലിയുടെ ഡെപ്യൂട്ടി ചെയർമാൻ കൂടിയാണ് മുസ്തഫ എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. അതായത് ഭരണപരമായ കാര്യങ്ങളിലൊക്കെ തീരുമാനമെടുക്കുന്ന നിരവധി വിദഗ്ധരുടെ ഒരു സമിതിയുണ്ട്. അവർ
അവരുടെ ആ അസംബ്ലിയുടെ ഡെപ്യൂട്ടി ചെയർമാനായി മൊസ്തബ, അതായത് ഭരണത്തിലും മറ്റു കാര്യങ്ങളിലുമൊക്കെ മൊസ്തബയ്ക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട് എന്ന് പറയുകയാണ്. അറബിയിലും ഇംഗ്ലീഷിലുമുള്ള പ്രാവീണ്യം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. വിവിധ ഭാഷകളിൽ മൊസ്തബയ്ക്ക് സംസാരിക്കാൻ സാധിക്കും എന്നുള്ളത് ഇയാൾക്ക് ഒരു അഡ്വാൻറ്റേജ് ആണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പൗരോഹിത്യവുമായി ബന്ധമില്ല. നമുക്കറിയാം ആയത്തുള്ള അലി ഖൊമേനി ഒരു മത നേതാവായിരുന്നു, പിന്നീട് പൗരോഹിത്യവുമായി ഏറെ ബന്ധമുള്ള ആളായിരുന്നു. പൗരോഹിത്യവുമായി ബന്ധമില്ല എന്നുള്ളതാണ് മൊസ്തബയ്ക്ക് ഒരു നെഗറ്റീവായി പലപ്പോഴും കാണുന്നത്. ഒപ്പം അച്ഛൻ മകൻ പിന്തുടർച്ചാ അവകാശം അംഗീകരിക്കുന്നില്ല എന്നുള്ളതും മൊസ്തബയ്ക്ക് തിരിച്ചടിയായേക്കാം ഈ പരമോന്നത നേതാവ് എന്ന പദവിയിലേക്ക് എത്തുന്നതിൽ. പുറത്തു വരുന്ന വിവരമനുസരിച്ച് ഈ ആയത്തുള്ള അലി ഖൊമേനി തന്നെ തൻ്റെ പിന്തുടർച്ചാവകാശി ആരായിരിക്കണം എന്ന ലിസ്റ്റ് വെച്ചതിൽ മൊസ്തബയുടെ പേരില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അങ്ങനെ നിരവധി പ്രത്യേകതയുള്ള ഒരു നേതാവ്. പക്ഷേ നമുക്കറിയാം ഇറാനിലെ ദേശീയ അസംബ്ലി ഇത് 88 പേർ ചേർന്ന ഒരു സമിതിയാണ് ഇതുമായി ബന്ധപ്പെട്ട് തീരുമാനമെടുക്കുന്നത്. ആ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാകും പുതിയ പരമോന്നത നേതാവിനെ തിരഞ്ഞെടുക്കുന്നത്. പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ സംഭാഷണങ്ങളും നയതന്ത്രവും മാത്രമാണ് ഏക പരിഹാരമെന്ന് വിദേശമന്ത്രി എസ് ജയശങ്കർ പാർലമെന്റിൽ പ്രസ്താവന നടത്തുകയായിരുന്നു മന്ത്രി. പശ്ചിമേഷ്യയിലെ സംഭവവികാസങ്ങൾ വലിയ ആശങ്കയുണ്ടാക്കുന്നതാണ്. പൗരന്മാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും പ്രധാനമന്ത്രി സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്നും എസ് ജയശങ്കർ പാർലമെന്റിൽ പറഞ്ഞു. കുടുങ്ങിക്കിടക്കുന്നവരെ ഇന്ത്യയിലേക്ക് തിരിച്ചെത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ടെഹ്റാനിലെ ഇന്ത്യക്കാർക്ക് മാർഗനിർദ്ദേശങ്ങൾ നൽകിക്കഴിഞ്ഞു. സംഘർഷ മേഖലയിലെ എല്ലാ രാഷ്ട്രത്തലവന്മാരുമായും ഇന്ത്യ ചർച്ച നടത്തിയതായും മന്ത്രി പാർലമെന്റിനെ അറിയിച്ചു. എന്നാൽ പ്രസ്താവന മാത്രം പോരെന്നും ചർച്ച വേണമെന്നും ആവശ്യപ്പെട്ട് പ്രതിഷേധിച്ച പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. It was briefed on the airstrikes in Iran and the subsequent attacks in several Gulf countries. The CCS was concerned over the safety and security of the Indian community in the region. It also focused on the implications for regional security and for economic and commercial activities. The committee was apprised of difficulties faced by Indian travelers transiting the region and by students appearing for scheduled examinations in these countries. It directed all concerned ministries and departments to take appropriate measures to respond to these problems. Honorable Prime Minister continues to closely monitor emerging developments and relevant ministries are coordinating to ensure effective responses. Sir, the conflict has continued to intensify and the security situation in the region has deteriorated significantly. We have noted that, in fact, the conflict has spread to other nations with mounting destruction and deaths. Normal life and economic activity. പശ്ചിമേഷ്യയിലെ സ്ഥിതിഗതികളിൽ ആശങ്കയുണ്ടെന്നാണ് വിദേശമന്ത്രി എസ് ജയശങ്കർ പാർലമെന്റിൽ പറഞ്ഞത്. പാർലമെന്റിൽ സംഭവിച്ചതിന്റെ കൂടുതൽ വിവരങ്ങളുമായി ER രാഗേഷ് ചേരുകയാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന്. രാഗേഷ്, യുദ്ധത്തിൽ ഒരു പക്ഷത്തും നിൽക്കാതെ നയതന്ത്രം രീതികളുമായിട്ട് മുന്നോട്ട് പോവുക, ഇത് തന്നെയാണല്ലോ മന്ത്രിയുടെ വാക്കുകളിൽ ഉള്ളത്. പക്ഷേ പ്രതിപക്ഷം ഇക്കാര്യത്തിൽ തൃപ്തരല്ലല്ലോ. ചർച്ചയാണല്ലോ അവർ ആവശ്യപ്പെട്ടത്. അതെ മഞ്ജുഷ, കാരണം ബജറ്റ് സമ്മേളനത്തിന്റെ 2ാം ഘട്ടം ഇന്ന് തുടങ്ങുമ്പോഴും പ്രതിപക്ഷ പ്രതിഷേധം തുടരുകയാണ്. പല വിഷയങ്ങളിൽ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് 1ാം ഘട്ടം ബഹളമയമായിരുന്നു. ഇന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർളയെ നീക്കണമെന്ന പ്രമേയത്തിൽ ചർച്ച നടക്കുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ അങ്ങനെയല്ല ഉണ്ടായത്. ഇന്ന് അതിൽ ലോക്സഭയിൽ ഇതുവരെ ചർച്ച ആരംഭിച്ചിട്ടില്ല. പകരം രാവിലെ മുതൽ പശ്ചിമേഷ്യൻ വിഷയത്തിൽ ചർച്ച ആവശ്യപ്പെട്ട് പ്രതിപക്ഷം ബഹളം തുടരുകയാണ്. ഇന്ന് ലോക്സഭ ആദ്യം സമ്മേളിച്ചപ്പോൾ തന്നെ പ്രതിഷേധം തുടരുകയായിരുന്നു. അനുശോചന പ്രമേയത്തിന് ശേഷം ലോക്സഭ 12 മണി വരെ നിർത്തിവെച്ചു. അതിനിടയിൽ രാജ്യസഭയിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പ്രസ്താവന നടത്തി. ഇന്ത്യയുടെ നിലപാട് ഈ വിഷയത്തിൽ അദ്ദേഹം വ്യക്തമാക്കി. ഇന്ത്യയുടെ നിലപാടായി അദ്ദേഹം ചൂണ്ടിക്കാണിച്ച പ്രധാനപ്പെട്ട കാര്യം ചർച്ചയും നയതന്ത്രവും തുടരണം, അങ്ങനെ ചർച്ചകൾ നടക്കട്ടെ. ഒപ്പം നിലവിലെ സാഹചര്യത്തിൽ ഇന്ത്യക്ക് ആശങ്കയുണ്ട്, പ്രധാനമന്ത്രി ഇക്കാര്യങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരുന്നു എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത്. സമാനമായ രീതിയിൽ ലോക്സഭയിലും അതിനുശേഷം പ്രസ്താവന നടത്തി. ഈ 2 സമയത്തും വലിയ പ്രതിഷേധം പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്ത് തുടരുകയായിരുന്നു. പ്രതിപക്ഷം ചൂണ്ടിക്കാണിച്ച പ്രധാനപ്പെട്ട കാര്യം പ്രസ്താവന കൊണ്ട് മാത്രം ഈ കാര്യം അവസാനിക്കില്ല. കാരണം പ്രസ്താവന എന്ന് പറയുന്നത് നിലവിൽ അറിയുന്ന കാര്യങ്ങൾ മന്ത്രി വീണ്ടും വിശദീകരിക്കുകയാണ്. മാത്രവുമല്ല അംഗങ്ങൾക്ക് ഇതിനകത്ത് ചർച്ചയിൽ പങ്കെടുക്കാനോ പ്രതികരിക്കാനോ കഴിയുന്നില്ല. അപ്പോൾ ഒരു വിശദമായ ചർച്ച ഇക്കാര്യത്തിൽ വേണം. നേരത്തെ ഇറാഖ് അധിനിവേശ സമയത്തൊക്കെ തന്നെ വാജ്പേയി ഒരു തുറന്ന ചർച്ചയ്ക്ക് തയ്യാറായിരുന്നു. അത്തരം നിലപാടൊക്കെ തന്നെ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായതാണ്. അതിന് സമാനമായ രീതിയിൽ ചർച്ചയാണ് ആവശ്യപ്പെടുന്നത്. ഏതായാലും 3 മണിവരെ ഇപ്പോൾ ലോക്സഭ നിർത്തിവെച്ചിരിക്കുകയാണ്. രാകേഷാണ് വിവരങ്ങൾ നൽകിയത്. നാട്ടിക സീറ്റിനെ ചൊല്ലി CPI-യിൽ തർക്കം.
സീറ്റ് കിട്ടില്ലെന്ന് ഉറപ്പായതോടെ നേതൃത്വത്തെ വെല്ലുവിളിച്ച് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ച് CC മുകുന്ദൻ MLA രംഗത്തെത്തിയിരിക്കുകയാണ്. മുകുന്ദനെ ഒപ്പം നിർത്താൻ UDF കേന്ദ്രങ്ങൾ നീക്കം തുടങ്ങിയിട്ടുണ്ട്. MLA ഒപ്പം നിർത്താനാണ് CPI നേതൃത്വത്തിന്റെ ഇപ്പോഴത്തെ ശ്രമം. സീറ്റ് കിട്ടില്ലെന്ന് ഉറപ്പായതോടെയാണ് നാട്ടിക MLA-യായ CC മുകുന്ദൻ കടുത്ത നീക്കങ്ങളുമായി രംഗത്തെത്തിയത്. പാർട്ടി നേതൃത്വത്തെ വെല്ലുവിളിച്ചുകൊണ്ടായിരുന്നു മുകുന്ദന്റെ നീക്കം. നാട്ടിക സീറ്റ് നേതൃത്വം പേയ്മെന്റ് സീറ്റാക്കി മാറ്റി. ഗീതാ ഗോപിക്ക് സീറ്റ് നൽകുന്നതിന് പിന്നിൽ പണം പരിഗണിച്ചുകൊണ്ട് മാത്രമാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ പോവുകയാണെന്ന് വെല്ലുവിളിയും മുകുന്ദൻ നടത്തി. നിലവിൽ ഇത്ര അപകടകാരിയായിരുന്ന ഗീതാ ഗോപിയെ പേയ്മെന്റ് സീറ്റ് കൊണ്ട് മേടിക്കുന്നു എന്ന് പറയുമ്പോൾ എനിക്കത് എന്തോ സംശയം നിലനിൽക്കുന്നു. പേയ്മെന്റ് സീറ്റ് എന്നോ നില തോന്നാനുള്ള കാരണം ഞാനും 5 വർഷം ഭരിച്ചതാണ്. ഈ ഗീതാ ഗോപി 10 വർഷക്കാലം ഈ മണ്ഡലത്തിൽ നിന്നതാണ്. 5 വർഷം 10 വർഷം നിങ്ങൾ പരിശോധിക്കപ്പെടാം എന്താണ് അതിൻ്റെ പ്രത്യേകതകൾ. ആ പ്രത്യേകതകൾ പരിശോധിച്ച് പലപ്പോഴും എന്നോട് സാമ്പത്തികമായി പാർട്ടി പറയാറുണ്ട് പിരിച്ചു കൊടുക്കുന്ന പറഞ്ഞാൽ അത് കഴിഞ്ഞിട്ടില്ല. എന്നെ കൊണ്ട് അത്രേ പറ്റുള്ളൂ. ഞാൻ ഇവിടെയുള്ള നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ മുതലാളിമാരുള്ള ഒരു മണ്ഡലമാണ് നാട്ടിക നിയോജക മണ്ഡലം. ഞാൻ ഇതുവരെ അങ്ങനെ ഒരു സാമ്പത്തിക ഭദ്രത ഉറപ്പിക്കാൻ ഇതുവരെ അവരത് പോയിട്ടില്ല, ഇടപെട്ടിട്ടില്ല. എന്തായാലും എൻ്റെ പാർട്ടിയെ സഹായിക്കണം എന്ന് മാത്രമേ പറയാറ്. CC മുകുന്ദന്റെ നീക്കം കടുത്ത പ്രതിസന്ധിയാണ് പൊതുവിൽ ഇടതുമുന്നണിയിൽ ഉണ്ടാക്കുന്നത് തന്നെ. നാട്ടിക ഇടതുപക്ഷത്തിന്റെ സുരക്ഷിത മണ്ഡലം എന്ന് കരുതിയിരുന്ന നാട്ടികയിൽ പുതിയൊരു പ്രതിസന്ധി ഉണ്ടാവുന്നു എന്ന സാധ്യതയാണ് ഉണ്ടാവുന്നത്. ഇത് മുന്നിൽ കണ്ടുകൊണ്ട് UDFും ചരട് വലിക്കാൻ ആരംഭിച്ചു. രമേശ് ചെന്നിത്തല അടക്കമുള്ള നേതാക്കൾ മുകുന്ദനുമായുള്ള ആശയവിനിമയം നടത്തി. മുകുന്ദൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ചാൽ പിന്തുണയ്ക്കാനായിരുന്നു നീക്കം. അദ്ദേഹം ഇന്നലെ ഉച്ചയ്ക്ക് എന്നോട് സംസാരിച്ചിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു നിങ്ങളാണ് തീരുമാനം എടുക്കേണ്ടത്. അദ്ദേഹത്തിന് വലിയ അസ്വസ്ഥതയുണ്ട്. പേയ്മെന്റ് സീറ്റ് വളരെ പാവപ്പെട്ടൊരു മനുഷ്യനാണ് ഈ CC മുകുന്ദൻ. അദ്ദേഹം അസുഖമായി കിടന്നപ്പോഴും ഞാൻ നിരവധി തവണ ബന്ധപ്പെടുകയും അദ്ദേഹത്തോട് സംസാരിക്കുകയൊക്കെ ചെയ്തതാണ്. നിയമസഭയെ വരുമ്പോഴും ഏറ്റവും പുറകിൽ വെച്ചപ്പോഴും എന്നെ ഞാൻ ഏറ്റവും ചിലപ്പോൾ പുറകിൽ പോയിരിക്കും. അപ്പോൾ അന്നേരം എൻ്റെ അടുക്ക് പതുകയും എന്നോട് സംസാരിക്കുകയും ചെയ്ത നല്ലൊരു കമ്മ്യൂണിസ്റ്റാണ്, ഒരു പാവപ്പെട്ട മനുഷ്യനാണ്. അദ്ദേഹത്തോട് ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. ഒന്നാം തവണയാണ്, ഒരു തവണയെ മത്സരിച്ചിട്ടുണ്ട്. 2-3 തവണ മത്സരിച്ച ആളുകൾക്ക് ഇളവ് കൊടുക്കുന്നുണ്ട്. അദ്ദേഹത്തോട് ഒരു ക്രൂരതയാണ് CPI കാട്ടിയിട്ടുള്ളതെന്നാണ് അദ്ദേഹം പറയുന്നത്. മുകുന്ദൻ കടുത്ത നിലപാടെടുത്തതോടെ CPI നേതൃത്വവും നിലപാടിൽ അയവ് വരുത്തുകയാണ്. സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച അന്തിമ തീരുമാനം എടുത്തിട്ടില്ല എന്നതാണ് ബിനോയ് വിശ്വത്തിന്റെ പ്രതികരണം. ഒപ്പം മുകുന്ദനുമായി യുദ്ധത്തിനില്ല. ഒപ്പം മുകുന്ദൻ എതിർചേരിയിലേക്ക് പോകുന്നത് തടയിടുമെന്ന പ്രതികരണം കൂടിയാണ് ബിനോയ് വിശ്വത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നത്. ഞങ്ങൾ മുകുന്ദനെ ഒരിക്കലും ശത്രുവായിട്ട് കാണില്ല. മുകുന്ദന് പറയാനുള്ള ഏത് കാര്യവും പാർട്ടി കേൾക്കും, സഹാവിനെ പോലെ കേൾക്കും. അതിന് പരിഹാരമുണ്ടാക്കാൻ പാർട്ടിക്ക് എല്ലാ മാർഗവും സ്വീകരിക്കാൻ പറ്റും. ഒരിക്കലും ഞങ്ങൾ മുകുന്ദനെ ഒരു ശത്രുവായിട്ടോ മറുഭാഗത്തെ ആളായിട്ടോ കാണില്ല. ഇത്രയും വർഷം മുകുന്ദൻ സ്നേഹിച്ച പാർട്ടിയെ എന്തെങ്കിലും പേരിൽ തള്ളിപ്പറയുമെന്നോ ശത്രുവളയത്തിലെ ഒരു ആളായിട്ട് മുകുന്ദൻ മാറുമെന്നോ ചിന്തിക്കാൻ പാർട്ടിക്കാരുന്നില്ല. എല്ലാ തലങ്ങളിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുകുന്ദനെ കാണാനും കേൾക്കാനും സംസാരിക്കാനും ഒരുക്കമായിരിക്കും. എല്ലാ തലങ്ങളിലും. CPIയുടെ ജില്ലാ നേതൃത്വവുമായി മുകുന്ദൻ നേരത്തെ തന്നെ അകൽച്ചയിലാണ്. തർക്കങ്ങളും വിവാദങ്ങൾക്കും ഒടുവിലാണ് സ്ഥാനാർത്ഥിത്വം തന്നെ നിഷേധിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയത്. ടേം വ്യവസ്ഥ നിർബന്ധമാക്കുന്നുണ്ടെങ്കിൽ കൂടിയും ഒരു ടേമിൽ മാത്രമാണ് മുകുന്ദൻ നാട്ടികയിൽ മത്സരിച്ചത്. സ്വാഭാവികമായും ഇത്തവണയും സീറ്റ് കിട്ടേണ്ടതാണ്. പക്ഷേ പാർട്ടിയുമായി നിലനിൽക്കുന്ന തർക്കങ്ങളാണ് ഇത്തവണ സീറ്റ് നിഷേധിക്കുന്ന തരത്തിലേക്കും സാഹചര്യങ്ങൾ മാറിയത്. ഇതിനിടയിൽ പാർട്ടി നേതൃത്വം മത്സരിക്കാൻ ഉറപ്പിച്ചിരിക്കുന്ന ഗീതാ ഗോപി ഈ വിവാദങ്ങളൊന്നും തൻ്റെ സാധ്യതയെ ബാധിക്കില്ല എന്ന നിലപാടുമായി രംഗത്ത് വന്നു. ബാക്കിയുള്ള പരാമർശങ്ങളൊന്നും എന്നെ ബാധിക്കുന്നതല്ല. നാട്ടികയിലെ ജനവിധി അത് ജനങ്ങൾ നിശ്ചയിക്കും. എന്നെ നെഞ്ചിലേറ്റിയതാണ് നാട്ടിയുടെ ജനം. ആ ജനങ്ങൾക്കറിയാം 10 വർഷം എന്താണ് ഇവിടെ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ. ആ മാറ്റങ്ങൾ അവരോർത്തുകൊണ്ട് എന്നെ വീണ്ടും സ്വീകരിക്കുമെന്നാണ് എനിക്ക് വിശ്വസിക്കാൻ. അതിനെന്റെ പാർട്ടി കൂടെ ഉണ്ട്. മുന്നണി നേതൃത്വങ്ങൾ സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കുന്നതോടുകൂടി കൂടുതൽ അതൃപ്തർ രംഗത്ത് വരുമെന്ന് ഉറപ്പാണ്. ഇടതുപക്ഷത്തു നിന്നും അപ്രതീക്ഷിതമായ ചില എതിർപ്പുകളാണ് പുറത്തു വരുന്നത്. നാട്ടികയിൽ ഇത്തരമൊരു തർക്കം നേതൃത്വം മുന്നിൽ കണ്ടിരുന്നില്ല. എന്തായാലും പുതിയ വിവാദത്തിൽ എന്ത് നീക്കമായിരിക്കും ഇനി CPIയിൽ നിന്ന് ഉണ്ടാവുക എന്നതാണ് നിർണായകം. മുകുന്ദനെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ വിജയം കാണുമോ എന്നും കണ്ടറിയണം. പറവൂരിൽ മത്സരിക്കുന്നത് പൂർണ്ണ സമ്മതത്തോടെയാണെന്ന് CPI സ്ഥാനാർത്ഥി E.T. ടൈസൺ. അനുകൂല ഘടകങ്ങളും പ്രതികൂല ഘടകങ്ങളും ഉണ്ടെന്നറിയാം. ഒരാൾക്കും ഒരു മണ്ഡലം തന്നെ വേണമെന്ന് വാശി പിടിക്കാൻ കഴിയില്ലെന്നും E.T. ടൈസൺ പറഞ്ഞു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം
ഞാൻ നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതാണ്. നമ്മുടെ വ്യക്തിയാധിഷ്ഠിതമല്ല ഈ കാര്യങ്ങൾ. ഇവിടെ 2 പ്രാവശ്യം എനിക്ക് അവസരം തന്നു, ഞാൻ ജയിച്ചു. ആളുകൾക്ക് ഇപ്പോൾ വേണമെന്നുണ്ടെങ്കിലും ഈ മണ്ഡലത്തിൽ തന്നെ വേണമെന്ന ആഗ്രഹം കൂടിയുള്ളവരാണ് ഇവിടെ. ഒരു സേഫ് ആയിട്ടുള്ള മണ്ഡലമാണ്. അങ്ങനെ ഒരാൾക്ക് തന്നെ മാത്രമായിട്ടൊരു മണ്ഡലം ഒന്നുമില്ല. നമ്മളോട് ഇപ്പോൾ വേറെ സ്ഥലത്ത് മത്സരിക്കാൻ പറയുന്നു. പൂർണ്ണമായ സമ്മതത്തോടു കൂടി തന്നെയാണ് അങ്ങോട്ട് പോകുന്നത്. ഇതിൽ യാതൊരു തരത്തിലുള്ള വിഷമതകളോ പ്രശ്നങ്ങളോ ഒന്നും ഞങ്ങൾക്ക് ഇല്ല എന്നൊന്ന് പ്രത്യേകമായിട്ട് അറിയിക്കുകയാണ്. നമ്മൾ പറഞ്ഞ സ്ഥലത്ത് പറഞ്ഞ സമയത്ത് പോയി പറഞ്ഞ ഉത്തരവാദിത്വം നിർവഹിക്കും. പാലക്കാട് സ്വതന്ത്രനായി മത്സരിക്കാനില്ലെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA. പാർട്ടി പറഞ്ഞാൽ മത്സരിക്കും. അംഗത്വത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടതിനാൽ പാർട്ടിക്ക് വേണ്ടി പ്രചാരണം നടത്താൻ പറ്റില്ല. 3ാം ബലാത്സംഗ കേസിൽ അറസ്റ്റിലായി ജയിലിൽ കഴിഞ്ഞ ശേഷം ഇന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ മണ്ഡലത്തിൽ വന്നത്. സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾക്കായി കോൺഗ്രസ് നേതാക്കൾ ഇന്ന് ഡൽഹിക്ക്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ, KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്, തെരഞ്ഞെടുപ്പ് പ്രചാരണ സമിതി അധ്യക്ഷൻ രമേശ് ചെന്നിത്തല തുടങ്ങിയവർ സ്ക്രീനിംഗ് കമ്മിറ്റി അംഗങ്ങളുമായും കോൺഗ്രസ് ദേശീയ നേതൃത്വവുമായും വിശദമായ ചർച്ച നടത്തും. കേരള കോൺഗ്രസുമായുള്ള സീറ്റ് വിഭജന കാര്യത്തിലും അന്തിമ തീരുമാനമുണ്ടായേക്കും. അതേസമയം MPമാർക്ക് മത്സരിക്കുന്നതിൽ ഇളവ് നൽകുന്ന കാര്യത്തിൽ ഇപ്പോഴും അനിശ്ചിതത്വം തുടരുകയാണ്. ഉമ്മൻചാണ്ടിയുടെ കുടുംബത്തിൽ നിന്ന് മറ്റൊരു സ്ഥാനാർത്ഥി ഉണ്ടാകാനുള്ള സാധ്യത തള്ളി ചാണ്ടി ഉമ്മൻ. ആ ചോദ്യത്തിന് ഇപ്പോൾ പ്രസക്തിയില്ലെന്നാണ് ചാണ്ടി ഉമ്മൻ പറഞ്ഞത്. ഇപ്പോൾ അങ്ങനെയുള്ള ചോദ്യം പോലും ഉയരുന്നില്ല. ചോദ്യം ഉയർന്നാൽ ഉത്തരം പറയുമെന്നും ചാണ്ടി ഉമ്മൻ പറഞ്ഞു. ന്യൂസ് 18 കേരളത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു ചാണ്ടി ഉമ്മന്റെ ഈ പ്രതികരണം. ഇത്തവണ കുടുംബത്തിൽ നിന്ന് ചാണ്ടി ഉമ്മൻ അല്ലാണ്ട് മറ്റൊരു സ്ഥാനാർത്ഥി കൂടി ഉണ്ടാകും. അല്ലാതെ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, അങ്ങനൊരു ചോദ്യം ഇപ്പോൾ റൈസ് ചെയ്യേണ്ട ഒരു കാര്യമില്ല. ചോദ്യം വരുമ്പോൾ ഉത്തരം കിട്ടും. സാധ്യതകൾ അങ്ങനെ പ്രചരിക്കുന്നു. ചോദ്യം ഇപ്പം അങ്ങനെയില്ല. ചോദ്യം വരുമ്പോൾ ഉത്തരം കിട്ടും. ചോദ്യം എന്നോട് പാർട്ടി ചോദിക്കും, അപ്പോൾ ഞാൻ അതിന് ഉത്തരം കൊടുക്കും. ഒന്നിൽ കൂടുതൽ ആളുകൾ ഒരു കുടുംബത്തിൽ നിന്ന് മത്സരിക്കുന്നതിന് ചാണ്ടി ഉമ്മൻ അനുകൂലിക്കുന്നുണ്ടോ? അല്ല, അത് ഞാൻ പറഞ്ഞില്ലേ, ചോദ്യം വരട്ടെ, അപ്പോൾ ഞാൻ മറുപടി കൊടുക്കും. ഉമ്മൻചാണ്ടിക്ക് അത് ഇഷ്ടമുണ്ടായിരുന്നില്ല എന്നതാണ് കേരള സമൂഹത്തിന് അറിയാവുന്നത്. അത് ചാണ്ടി ഉമ്മന്റെ പോലും അവസരങ്ങൾ ചില സമയം ചാണ്ടി ഉമ്മൻ ആഗ്രഹിച്ച സമയങ്ങളിൽ നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും, പക്ഷേ ഒരു വിധത്തിൽ പറഞ്ഞാൽ അതേമാണ് ശരി. അതേ ശരിയാണെന്ന് ചോദിച്ചാൽ ശരിയാണ്, ശരിയല്ലെന്ന് ചോദിച്ചാൽ അത്ര ശരിയല്ല എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അതിന് സാധ്യതയുണ്ട്. ശരിയാണോന്ന് ചോദിച്ചാൽ ശരിയാണ്, ശരിയല്ലെന്ന് ചോദിച്ചാൽ അത്ര ശരിയല്ല. അപ്പോൾ അതിൽ വിട്ടുവീഴ്ച അല്ലെങ്കിൽ അതിൽ നിന്നൊരു മാറി ചിന്തിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. ശരിയാണെന്ന് ചോദിച്ചാൽ ശരിയാണ്, ശരിയല്ലെന്ന് ചോദിച്ചാൽ അത്ര ശരിയല്ല. ഈ കാര്യങ്ങൾ വീട്ടിൽ സംസാര വിഷയമാകാറുണ്ടോ? അത് ഇപ്പോൾ അങ്ങനെ ഒരു ചർച്ചയില്ലല്ലോ. ചർച്ച വരുമ്പോൾ അപ്പോൾ CPM-ൽ ഇത്തവണ കുടുംബാധിപത്യം ആണോ എന്ന തരത്തിലുള്ള ചർച്ചകൾ കണ്ണൂർ സീറ്റുകളുമായി ബന്ധപ്പെട്ട് നമ്മൾ വല്ല പാർട്ടിയെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. അവരെ ഇഷ്ടമുള്ളവർ തീരുമാനിക്കട്ടെ. ഞാൻ അതിനെക്കുറിച്ച് അഭിപ്രായം പറയുന്നില്ല. കാരണം അവരുടെ രീതി അങ്ങനെ. അവർക്ക് ആരെ വേണം മത്സരിപ്പിക്കാം. ആര് മത്സരിച്ചാലും അവരൊരു ന്യായീകരണം കൊണ്ടുവരും. ഇപ്പം ഞങ്ങളുടെ പാർട്ടിയിൽ ആരെങ്കിലും മത്സരിച്ചാലേ പ്രശ്നം വരുന്നുള്ളൂ. ആര് വേണം മത്സരിപ്പിക്കുക, ഞാൻ അഭിപ്രായം പറയുന്നത്. അവരുടെ പാർട്ടിയിൽ ഇൻറ്റേർണൽ മാറ്ററാണ്. അവർക്ക് ആരെ വേണം മത്സരിപ്പിക്കുക. ഞാൻ ഫുൾ ഫ്രീഡം ഞാൻ എന്നെ തന്നെ കൊടുക്കുക അവർക്ക്. കാരണം ഞാൻ അഭിപ്രായം പറയുന്നില്ല എന്നുള്ളത്. അവിടെ എതിർത്ത് പറയുകയാണെങ്കിൽ നമ്മൾ അങ്ങനെ അല്ലാതിരിക്കണം, അങ്ങനെ ആകില്ല എന്നുറപ്പുള്ളത് കൊണ്ടാണോ അത്? അവർ ഇഷ്ടമുള്ള ചെയ്തോട്ടെന്നേ. അവരുടെ പാർട്ടിയല്ലേ. അവരുടെ പാർട്ടിക്ക് അവർക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം. അതേ കാര്യം മറ്റൊരു പാർട്ടിക്കാർ ചെയ്താൽ അതിന് ന്യായീകരണമായിട്ട് വരും. അപ്പോൾ അതിനുള്ള സാധ്യതകൾ പൂർണ്ണമായും എന്തായാലും ചാണ്ടി ഉമ്മൻ തള്ളിക്കളയുന്നില്ല. ഏതിനുള്ള സാധ്യത? ഒരാൾ കൂടി വീട്ടിൽ നിന്ന് കുടുംബത്തിൽ നമ്മൾ എന്താ സംസാരിച്ചുകൊണ്ട് CPM-ന്റെ കാര്യമല്ലേ പറഞ്ഞു. അതിനെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് അവർക്ക് ഇഷ്ടമുള്ളവരെ മത്സരിപ്പിക്കുക. അവരുടെ പാർട്ടി സെക്രട്ടറിയോ അവരുടെ നേതാക്കന്മാരുടെ കുടുംബങ്ങളിൽ നിന്നോ ആർക്ക് വേണം മത്സരിപ്പിച്ചുകൂടെ? അവർക്ക് ഈസി ആയിട്ട് ജയിക്കുന്ന സ്ഥലങ്ങൾ. ഓക്കെ, CPM മത്സരിപ്പിച്ചോട്ടെ. ഉമ്മൻചാണ്ടി കുടുംബത്തിൽ നിന്ന് ഒരാൾ കൂടി മത്സരരംഗത്തുണ്ടാകാനുള്ള സാധ്യത ചാണ്ടി ഉമ്മൻ തള്ളുന്നില്ല. ഞാനിപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ നേരത്തെ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞ പോലെ 6 എത്തിയിട്ട് പാലം അന്വേഷിക്കുന്നില്ല. 6 എത്തുന്നതിന് മുമ്പ് ഞങ്ങൾ അന്വേഷിക്കുന്നു. നോ ഇല്ല അപ്പോഴും. ഓക്കെ, ഷാഫി പറമ്പലിനോടും രാഹുൽ മാങ്കൂട്ടത്തിലിനോടുമുള്ള അഭിപ്രായ വ്യത്യാസം തുറന്നു പറഞ്ഞ് ചാണ്ടി ഉമ്മൻ. ഉമ്മൻചാണ്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ടും മരണത്തിന് മുൻപും ഉടലെടുത്തതാണ് അഭിപ്രായ വ്യത്യാസങ്ങൾ. രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസങ്ങളാണ് ഉള്ളത്. യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ തെരഞ്ഞെടുപ്പിൽ ഉമ്മൻചാണ്ടിയുടെ അഭിപ്രായം തേടേണ്ടതായിരുന്നുവെന്നും കൂടുതൽ പറയുന്നില്ലെന്നും ചാണ്ടി ഉമ്മൻ ന്യൂസ് 18 നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ പറഞ്ഞത്. രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട് ഉയർന്ന ലൈംഗിക ആരോപണങ്ങൾ കോൺഗ്രസിന് ഈ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകും. അദ്ദേഹം പാർട്ടിക്കകത്തില്ലല്ലോ. പാർട്ടിക്കകത്ത് ഇങ്ങനെ ഇഷ്യൂ വന്നപ്പോൾ തന്നെ അദ്ദേഹം പാർട്ടിയിൽ നിന്ന് അദ്ദേഹത്തെ പുറത്താക്കി, അദ്ദേഹത്തെ മാറ്റി നിർത്തി. ഇതിൻ്റെ അപ്പുറം കോൺഗ്രസ് പാർട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റും?
ശരിക്കും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ആ ബാക്ക്ഗ്രൗണ്ടാണോ ചാണ്ടി ഉമ്മനെ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് അകറ്റിയ ഘടകം? അല്ല, അതും ഇതുമായിട്ടൊന്നും ഞങ്ങൾക്ക് അങ്ങനൊന്നും അതൊന്നും അറിവില്ലല്ലോ. ഇതിനകത്തുള്ള ഞങ്ങൾ പൊളിറ്റിക്കലി 2 സ്റ്റാൻഡ് എടുക്കേണ്ടി വന്നു. പ്രത്യേകിച്ച് എൻ്റെ ഫാദറിൻ്റെ ഡെത്തുമായി ബന്ധപ്പെട്ട് ആ സമയത്ത്, അല്ലെങ്കിൽ ഡെത്തിന് തൊട്ട് മുമ്പ് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. അഭിപ്രായ വ്യത്യാസം വന്നപ്പോൾ അതിൻ്റെതായ ഇഷ്യൂസാണ്, അല്ല പൊളിറ്റിക്കൽ ഇഷ്യൂസാണ്. അതിന് ഇതുമായിട്ടൊന്നും കണക്ട് അപ്പോൾ ആ ഇഷ്യൂസ് ഉണ്ട് എന്നതൊരു വസ്തുതയാണ്. അല്ല, പൊളിറ്റിക്കലായിട്ടുള്ള ഇഷ്യൂസ് അത് രാഹുലുമായിട്ട് സ്പെസിഫിക് ആയിട്ടുള്ളതല്ല. രാഹുലുമായിട്ടോ ഷാഫിയായിട്ടോ സ്പെസിഫിക് ആയിട്ടുള്ളതല്ല. അത് എൻ്റെ ഫാദറിനോടൊപ്പം ഉള്ളവരോടുള്ള മൊത്തത്തിലുള്ള ഒരു ഡിഫറൻസ് ഒപ്പീനിയനാണ്. അത് ഈ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ളതാണ്. അത് അതിനു മുമ്പ് തന്നെ അഭിപ്രായ വ്യത്യാസങ്ങൾ തുടങ്ങി. ഉമ്മൻചാണ്ടി ആയിരുന്നു ഈ വിഷയത്തിൽ ശരി എന്ന് യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു നേതാവ് തന്നെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടൊരു സാഹചര്യമുണ്ട്. അദ്ദേഹം എ ഗ്രൂപ്പിൻ്റെ നോമിനിയായി രാഹുൽ മാങ്കൂട്ടത്തിനെ ആയിരുന്നില്ല നിർദ്ദേശിച്ചത് മറ്റ് ജെഎസ് അഖിലിനെ ആയിരുന്നു. അപ്പോൾ അതിൽ ഉമ്മൻചാണ്ടി ആയിരുന്നു ശരി എന്ന് താങ്കൾ കരുതുന്നു? അതാണ് ഈ അകൽച്ചയുടെ പ്രധാന കാരണം. ഞാൻ ഒന്നും കമന്റ് ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ കൂടെ ഒപ്പീനിയൻ എടുക്കേണ്ടതായിരുന്നു, അത്രേ പറയൂ. ഞാൻ ഫർദർ കമൻ്റ് ഇല്ല. നമ്മൾ കഴിഞ്ഞ കാലത്ത് വെള്ളം ഒഴുകിപ്പോയി, ഇനി അതിനെ പിടിച്ചു കെട്ടാൻ പറ്റത്തില്ല. ആ ഒപ്പീനിയൻ എടുത്തിരുന്നെങ്കിൽ ഈ അവസ്ഥ ഞാൻ ഫർദർ കമന്റ് ചെയ്യുന്നു. സോളാർ കേസിൽ KB ഗണേഷ് കുമാറിൽ നിന്ന് നീചമായ പ്രവൃത്തികളാണ് ഉണ്ടായതെന്ന ആരോപണത്തിൽ ഉറച്ച് ചാണ്ടി ഉമ്മൻ. നിയമം എല്ലാം വെളിച്ചത്ത് കൊണ്ടുവരും. ഉമ്മൻചാണ്ടി തന്റെ കുടുംബം തകർത്തുവെന്ന ഗണേഷിന്റെ ആരോപണം മനസാക്ഷിയോട് ചോദിക്കണം. മനസാക്ഷിയുടെ ഉത്തരം അതായിരിക്കില്ലെന്നും ചാണ്ടി ഉമ്മൻ പറഞ്ഞു. തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ അതിൻ്റെ ഒരുക്കങ്ങളാണ് പല മണ്ഡലങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെയാണ് പത്തനാപുരത്തെത്തി ഗണേഷ് കുമാറിനെതിരായ ഒരു പരാമർശം സോളാർ കേസുമായി ബന്ധപ്പെട്ട് ചാണ്ടി ഉമ്മൻ നടത്തുന്നത്. ആ വിഷയത്തിൽ വർഷങ്ങൾക്ക് ശേഷമുള്ള ആദ്യ പ്രതികരണമായിരുന്നു. അങ്ങനെ ഒരു സമയവും സാഹചര്യവും ബോധപൂർവം തെരഞ്ഞെടുത്തതാണോ? പത്തനാപുരത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്, പല ഇലക്ഷൻ വഴി ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം മാധ്യമങ്ങൾ ശ്രദ്ധിക്കുന്ന ഈ ഇലക്ഷനാണെന്ന് മാത്രമേ ഉള്ളൂ. നിലമ്പൂരിന് മുമ്പ് ഞാൻ പ്രചരണം നടത്തിയിട്ടുണ്ട് ഇതേപോലെ തന്നെ. എത്രയോ വർഷമായിട്ട് മാധ്യമങ്ങൾ ശ്രദ്ധിക്കുന്നപ്പോഴാണ് അതേപോലെ ഉള്ളത്. ഞാനിതിനു മുമ്പ് തന്നെ ഇത് ഒപ്പീനിയൻ പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് ഞാൻ ഇച്ചൂടെ ഒന്ന് ക്ലാരിറ്റി വരുത്തി, ആ മാത്രമേ ഉള്ളൂ. കാരണം ഗണേശൻ്റെ കുടുംബം എന്ന് പറഞ്ഞാൽ ഇപ്പം എൻ്റെ ഒരു ഫാദറിൻ്റെ എൽഡർ ബ്രദറായിട്ട് ഞങ്ങൾ കണക്കാക്കുന്ന ഒരാളാണ് സാർ. അദ്ദേഹത്തിൻ്റെ അമ്മയും അതേപോലെ എൻ്റെ മദറുമായിട്ട് വലിയ അടുത്തതാണ്. ഗണേശനെയും ഞാൻ എന്താ പറയുക, ഒരു ഹൈ റിഗാർഡിൽ വെച്ചിരുന്നതാണ്. ഞങ്ങളൊരു NDCയുടെ ഒക്കെ ഒരു പ്രശ്നം അദ്ദേഹമായിട്ട് ഞാൻ ടേക്കപ്പ് ചെയ്തു, അതൊക്കെ ചെയ്തായിരുന്നു. അദ്ദേഹത്തെ പോലെ ഒരാളിൽ നിന്ന് ഇത് എക്സ്പെക്ട് ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല ഞാൻ പറഞ്ഞുള്ളൂ, വേറെ എന്തെങ്കിലും ഞാൻ പറഞ്ഞു. ഇത്രയും അടുപ്പം ഉണ്ടായിരുന്ന ഒരാളിൽ നിന്ന് ഇങ്ങനെ കേൾക്കുമ്പോൾ ഇതേപോലൊരു കാര്യം ഞങ്ങൾ എക്സ്പെക്ട് ചെയ്തിരുന്നില്ല. ബാക്കിയുള്ളതൊക്കെ നിയമം പ്രൂവ് ചെയ്യട്ടെന്നേ, ഞാനതിനെക്കുറിച്ച് ഞാനൊരു കമൻറ്റ് പറയുന്നില്ല. ബാക്കിയൊന്നും ഞാൻ ജഡ്ജ് ചെയ്യുന്നില്ല, ഒരാളെയും ജഡ്ജ് ചെയ്യുന്നില്ല. ശ്രീ ഗണേഷ് കുമാറടക്കം ആരെയും ഞാൻ ജഡ്ജ് ചെയ്യുന്നില്ല. അതിൻ്റെ ജഡ്ജ്മെൻറ്റ് തരേണ്ട നിയമമാണ്, നിയമം പറയട്ടെ. ഗണേഷ് കുമാർ ശക്തമായ ഭാഷയിലാണ് അതിനെതിരെ രംഗത്ത് വന്നത്. അദ്ദേഹത്തിന്റെ മക്കളെയും കുടുംബത്തെയും ആകെ നശിപ്പിച്ച വ്യക്തിയാണ് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞു. മനസാക്ഷിയോട് ചോദിക്കട്ടെ, ജനങ്ങളും കാണുന്നുണ്ടല്ലോ. മനസാക്ഷിയോട് ചോദിക്കട്ടെ, ജനങ്ങൾ കാണുന്നുണ്ട്. ആ വിവാദം അവിടെ അവസാനിപ്പിക്കാനാണോ താല്പര്യം? അല്ല, വിവാദമൊന്നുമില്ല. ചില ഫാക്ട്സ് കേരള സമൂഹത്തിന് മുന്നിലുണ്ട്, കേരളത്തിലുള്ള എല്ലാവർക്കും അദ്ദേഹത്തിൻ്റെ മനസാക്ഷിയോട് ചോദിച്ചിട്ടാൽ ആ ഉത്തരം അതായിരിക്കില്ല. മനസാക്ഷി പറയുന്ന ഉത്തരം അതായിരിക്കില്ല, ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അത് പറഞ്ഞുകൊണ്ടേയിരിക്കും ഇനി? അത് കഴിഞ്ഞു. നമുക്ക് അതിനെക്കുറിച്ചൊരു ടോപ്പിക്കിൻ്റെ ആവശ്യമില്ല, ആ ഡിസ്കഷൻ ഇടയ്ക്കിടയ്ക്ക് ചെയ്യേണ്ട കാര്യമില്ല. പറയാനുള്ളത് ഞാൻ പറഞ്ഞു. അത് ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ വിലയിരുത്തുമോ? അത് ജനങ്ങളെല്ലാം കാണും, എല്ലാം കാണുന്നുണ്ട്. പത്തനാപുരത്ത് ഗണേഷിനെ ബാധിക്കുമോ? അതിലേക്കൊന്നും ഞാൻ കമന്റ്, ജനങ്ങളല്ലേ കാണുന്നത്, ജനങ്ങൾ തീരുമാനിക്കും. MG രേണുക നടത്തിയ ഈ അഭിമുഖത്തിന്റെ പൂർണ്ണരൂപം ഇന്ന് രാത്രി 9:30 കാണും. തിരുവനന്തപുരം സെൻട്രൽ സീറ്റ് ഉറപ്പിച്ച് CMP CP ജോൺ തന്നെ സ്ഥാനാർത്ഥിയാകും. ജില്ലയിലെ കോൺഗ്രസ് നേതാക്കളുടെ എതിർപ്പ് മറികടന്നുകൊണ്ടാണ് UDFന്റെ ഈ തീരുമാനം. സുരക്ഷിതമായ മറ്റൊരു മണ്ഡലം CMPക്ക് നൽകാൻ ഇല്ലാത്തതാണ് CP ജോണിന് തുണയായത്. ജില്ലയിൽ നിന്ന് എതിർപ്പ് ഉയർന്നതിനെ തുടർന്ന് ജോണിനെ തിരുവമ്പാടിയിൽ പരിഗണിക്കുന്ന കാര്യവും നേതൃത്വം ചർച്ച ചെയ്തിരുന്നു. ലീഗ് സീറ്റ് വിട്ട് നൽകിയാൽ BS ജോയിയെ തിരുവമ്പാടിയിൽ പരിഗണിക്കാനാണ് നിലവിലെ ആലോചന. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. ആഴ്ചകൾ നീണ്ട അനിശ്ചിതത്വങ്ങൾക്കും തർക്കങ്ങൾക്കും ഒടുവിലാണ് തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലത്തിൽ
മണ്ഡലത്തിലെ മത്സര ചിത്രം കോൺഗ്രസിന്റെ അല്ലെങ്കിൽ UDFന്റെ സ്ഥാനാർത്ഥി ആരാകുമെന്ന ആകാംക്ഷയ്ക്ക് വിരാമമാകുന്നത്. അതായത് ആന്റണി രാജു അയോഗ്യനാക്കപ്പെട്ടതിന് പിന്നാലെ ഇവിടെ വലിയ ജയസാധ്യത ഉണ്ട് എന്നൊരു വിലയിരുത്തലിലേക്ക് UDF ക്യാമ്പ് എത്തുകയായിരുന്നു. അങ്ങനെയാണ് കൈപ്പത്തി ചിഹ്നത്തിൽ തന്നെ ഒരാൾ ഇവിടെ സ്ഥാനാർത്ഥിയാകണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് നേരത്തെ തിരുവനന്തപുരത്ത് മത്സരിച്ച് പരാജയപ്പെട്ട VS ശിവകുമാർ, അതോടൊപ്പം തന്നെ ശരത്ചന്ദ്ര പ്രസാദ്, അതോടൊപ്പം KS ശബരിനാഥൻ ഉൾപ്പെടെയുള്ള യുവ നേതാക്കളും മുതിർന്ന നേതാക്കളുമൊക്കെ തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലത്തിനു വേണ്ടി അവകാശവാദം ഉന്നയിച്ച് രംഗത്തെത്തിയിരുന്നു. ലത്തീൻ സഭയുടെ പിന്തുണയോടെ എറിക് സ്റ്റീഫൻ, അതോടൊപ്പം വിനോദ് യേശുദാസ് തുടങ്ങിയ യുവ നേതാക്കളും സമാനമായ തരത്തിൽ ഈ സീറ്റിന് വേണ്ടി, തിരുവനന്തപുരം സെൻട്രൽ സീറ്റിന് വേണ്ടി അവകാശവാദം ഉന്നയിച്ചിരുന്നു. KPCC നേതൃത്വത്തെയും ഹൈക്കമാൻഡ് പ്രതിനിധികളെയുമൊക്കെ നേരിൽ കണ്ടതാണ് തിരുവനന്തപുരം ജില്ലയിൽ നിന്നുള്ള മുതിർന്ന നേതാക്കൾ ഇവിടെ കൈപ്പത്തി ചിഹ്നത്തിൽ നിന്ന് തന്നെ ഒരാളെ മത്സരിപ്പിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട്. പക്ഷേ പകരം സുരക്ഷിതമായ ഒരു സീറ്റ് CMPക്ക് കൈമാറാൻ കോൺഗ്രസിന് കഴിയാത്ത ഒരു സാഹചര്യം വന്നു. അങ്ങനെ ഒരു പശ്ചാത്തലത്തിലാണ് ഈ അനിശ്ചിതത്വങ്ങൾക്കൊക്കെ വിരാമം ഇട്ടുകൊണ്ട് CMPയുടെ CP ജോൺ തന്നെ തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാകുമെന്നുള്ള വിവരം ഇപ്പോൾ പുറത്തുവരുന്നത്. അതായത് തിരുവമ്പാടിയാണ് പകരം ഇവിടെ നിന്ന് പ്രതിഷേധമുയർന്ന സാഹചര്യത്തിൽ തിരുവമ്പാടിയായിരുന്നു പറഞ്ഞു കേട്ട ഒരു സ്ഥലം. പക്ഷേ അവിടേക്ക് VS ജോയിയുടെ പേരിനാണ് മുൻതൂക്കം. ലീഗിന്റെ കയ്യിൽ നിന്ന് സീറ്റ് കോൺഗ്രസ് ഏറ്റെടുത്താൽ VS ജോയി അവിടെ മത്സരിപ്പിക്കുന്നതിനോടാണ് മുതിർന്ന നേതാക്കളിൽ ഒരു വിഭാഗത്തിന്റെ താൽപര്യം. അതുകൊണ്ട് തന്നെയാണ് മറ്റൊരു പകരം സുരക്ഷിതമായ മണ്ഡലം CP ജോണിനായി കണ്ടെത്താൻ നേതൃത്വത്തിന് കഴിയാതിരിക്കുന്ന ഒരു സാഹചര്യം വരികയും ഒടുവിൽ തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലം ഈ എതിർപ്പുകൾ ഒരു വശത്ത് ഉയരുമ്പോഴും മറുവശത്ത് അത് CP ജോണിന് തന്നെ കൈമാറുക എന്നൊരു തീരുമാനത്തിലേക്ക് നേതൃത്വം എത്തിയത്. എന്തായാലും പ്രാദേശികമായ ചില എതിർപ്പുകളൊക്കെയുണ്ട്. പക്ഷേ അവരെ അനുനയിപ്പിക്കുന്നതിനായി UDF അധികാരത്തിലെത്തുന്ന ഒരു സാഹചര്യമുണ്ടായാൽ VS ശിവകുമാർ ഉൾപ്പെടെ ഉള്ള ഈ സീറ്റിന് വേണ്ടി അവകാശവാദം ഉന്നയിച്ച അല്ലെങ്കിൽ അവസാന നിമിഷം വരെ പരിഗണിക്കപ്പെട്ടിരുന്ന മറ്റ് പേരുകാരെയൊക്കെ ചില പ്രധാനപ്പെട്ട പദവികളിലേക്ക് നിയോഗിക്കും. അങ്ങനെ പ്രശ്നം ഒത്തുതീർപ്പാക്കാനുള്ള നീക്കമാണ് കോൺഗ്രസ് നേതൃത്വം നടത്തുന്നത്. എന്തായാലും CMPക്ക് തിരുവനന്തപുരം സെൻട്രൽ സീറ്റ് നൽകുന്ന കാര്യത്തിൽ ഏറെക്കുറെ ധാരണയായി കഴിഞ്ഞിരിക്കുന്നു. ഇനി ഔദ്യോഗികമായ പ്രഖ്യാപനം മാത്രം വന്നാൽ മതി. വലിയ തർക്കങ്ങൾക്ക് ഒടുവിലാണ് ഇങ്ങനൊരു തീരുമാനത്തിലേക്ക് UDF എത്തുന്നത്. പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പിന്തുണയാണ് CP ജോണിന് ഈ ഒരു വിഷയത്തിൽ തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലം ഉറപ്പിക്കുന്നതിൽ ഏറ്റവും നിർണായകമായി മാറിയത്. LDFിൽ സീറ്റ് വിഭജനം പ്രശ്നങ്ങളില്ലാതെ പൂർത്തിയാക്കുമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ. കേരള കോൺഗ്രസുമായി സീറ്റ് ചർച്ച തുടരുകയാണ്. പാർട്ടി ചെയർമാൻ അത് ഔദ്യോഗികമായി പ്രഖ്യാപിക്കും. ഇടുക്കിയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി വരുന്നതിൽ ആശങ്കയില്ലെന്നും റോഷി. സീറ്റ് വിഭജനത്തിൽ ചർച്ചകളെല്ലാം നടക്കുന്നുണ്ട്. അതെല്ലാം കൃത്യമായി ചർച്ചകൾ നടക്കും. പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെടും. അതെല്ലാം കൃത്യമായി പാർട്ടി ചെയർമാൻ കൃത്യതയോടുകൂടി വെളിപ്പെടുത്തും. ഞാൻ ആ ഒറ്റ വാക്കിയെല്ലാം പറഞ്ഞു. കേരള കോൺഗ്രസിന്റെ സീറ്റ് ചർച്ചകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളെല്ലാം കൃത്യമായി തന്നെ നടക്കും. മുന്നണി പ്രവർത്തനങ്ങളിലും കക്ഷി എന്ന നിലയിലൊന്നും ഒരു തർക്കവും ഇതുവരെ ഞങ്ങളുടെ അതിനകത്ത് ഉണ്ടായിട്ടില്ല, മുന്നണിയിലും ഉണ്ടായിട്ടില്ല. അതെല്ലാം പരിഹരിക്കപ്പെടും. അതെല്ലാം പാർട്ടി ചെയർമാൻ കൃത്യസമയത്തിലാണെങ്കിലും ഇടുക്കിക്കാർ ഞങ്ങളിൽ മത്സരിക്കണമെന്നുള്ള തീരുമാനത്തെക്കുറിച്ച് വരുന്നതല്ലോ. കേരളത്തിൽ എല്ലായിടത്തും അങ്ങനെ സ്ഥാനാർത്ഥിമാർ സ്വാഭാവികമായിട്ടും ഉണ്ടാവുമല്ലോ. സ്വാഭാവികമായ ഒരു രാഷ്ട്രീയ പാർട്ടി ഒരു പ്രവർത്തകൻ എന്ന നിലയിൽ, ഈ മണ്ഡല പ്രവർത്തകൻ എന്ന നിലയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഇവിടെ ആര് എതിര് മത്സരിക്കാൻ വരുന്നു എന്നുള്ളതല്ല, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചെയ്ത നേട്ടങ്ങളും പ്രവർത്തികളെയും വിലയിരുത്തുന്ന ഒരു സമൂഹമാണ് ഇടുക്കിയിലുണ്ട് എന്ന് എനിക്ക് നന്നായിട്ട് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അവിടെ അതിനെക്കുറിച്ച് ആശങ്ക ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. BJPയുടെ നിർണായക തെരഞ്ഞെടുപ്പ് സമിതി യോഗം ഇന്ന് വൈകിട്ട് ഡൽഹിയിൽ ചേരും. പ്രധാനമന്ത്രി അടക്കം പങ്കെടുക്കുന്ന പാർലമെന്ററി ബോർഡ് യോഗത്തിന് ശേഷമാണ് തെരഞ്ഞെടുപ്പ് സമിതി യോഗം ചേരുക. 50 സീറ്റുകളിൽ വരെ ഇന്ന് തന്നെ തീരുമാനം ഉണ്ടായേക്കുമെന്നാണ് സൂചന. എന്നാൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ശേഷം മാത്രമാകും സ്ഥാനാർത്ഥികളെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുക. സംസ്ഥാന നേതൃത്വത്തിന്റെ പട്ടികയ്ക്ക് കാര്യമായ മാറ്റങ്ങളില്ലാതെ തന്നെ അംഗീകാരം നൽകിയേക്കും. വേതന വർധന ആവശ്യപ്പെട്ട് കൊച്ചിയിൽ നഴ്സുമാരുടെ പ്രതിഷേധം. കൊച്ചി ആസ്റ്റർ മെഡിസിറ്റി ആശുപത്രിയിലാണ് പ്രതിഷേധം. ആശുപത്രിയിലെ 1400ഓളം വരുന്ന നഴ്സുമാരിൽ അത്യാഹിത വിഭാഗങ്ങളിലെ 56 പേർ മാത്രമാണ് ജോലി ചെയ്യുന്നത്. യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷൻ നേതൃത്വത്തിലാണ് പ്രതിഷേധ സമരം നടക്കുന്നത്.
വേതന വർധനവ് ആവശ്യപ്പെട്ടുകൊണ്ട് നഴ്സുമാരുടെ പ്രതിഷേധം തുടരുകയാണ്. പലയിടങ്ങളിലായിട്ട് ഇത്തരം പ്രതിഷേധങ്ങൾ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ആശുപത്രികൾ കേന്ദ്രീകരിച്ച് നടക്കുന്നുണ്ട്. യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് പ്രതിഷേധങ്ങൾ കൂടുതലായും തന്നെ നടക്കുന്നത്. സർക്കാർ ഒരു മാനദണ്ഡം നിശ്ചയിച്ചു, പക്ഷേ അത് പര്യാപ്തമല്ല. തങ്ങൾ മുന്നോട്ട് വെച്ച ആവശ്യങ്ങളോട് അത് നീതി പുലർത്തുന്നതല്ല എന്ന് തന്നെയാണ് നഴ്സുമാർ പറയുന്നത്. അതിൽ തങ്ങൾ ആവശ്യപ്പെട്ട അടിസ്ഥാന ശമ്പളം അത് നടപ്പാക്കി കിട്ടണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് അവർ ഈ പ്രതിഷേധങ്ങളിലേക്ക് കടന്നിരിക്കുന്നത്. കൊച്ചിയിൽ ആസ്ട്രഡ് മെഡ്സിറ്റിക്ക് മുന്നിലാണ് ഇപ്പോൾ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം ഇന്ന് നടക്കുന്നത്. ഏതാണ്ട് 1400ഓളം ജീവനക്കാർ നഴ്സുമാർ ഇവിടെ ഉണ്ട്. ഇതിൽ 56ഓളം പേർ മാത്രമാണ് ഇന്ന് ജോലിക്ക് കയറിയിട്ടുള്ളതെന്നാണ് പറയുന്നത്. നമുക്ക് കാണാം, ഇത് നഴ്സുമാരുടെ ഒരു വലിയ നിര തന്നെ നമുക്ക് കാണാം. പ്രതിഷേധത്തിൽ പങ്കെടുത്തുകൊണ്ട് തന്നെയാണ് അവരിതിൽ മുന്നോട്ട് പോകുന്നത്. രാവിലെ മുതൽ തന്നെ ഇവിടെ ആശുപത്രി കവാടത്തിലേക്ക് ഇവിടേക്ക് എത്തുകയും ഇന്നലെ അവർ ഇത്തരം ഒരു പ്രതിഷേധങ്ങളിലേക്ക് കടന്നിരുന്നു. അതിനനുസരിച്ചുകൊണ്ട് ചില ചർച്ചകളിലേക്ക് കടന്നു വരാം എന്ന് മാനേജ്മെന്റ് പറയുകയും ചെയ്തിരുന്നു. പിന്നീട് അതിൽ ഒരു മുന്നോട്ട് പോക്കും ഉണ്ടാകാത്തതിനെ തുടർന്നാണ് ഇന്ന് വീണ്ടും പ്രതിഷേധത്തിന് ഇറങ്ങാനായിട്ട് അവർ തീരുമാനിക്കുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെയും തങ്ങളുടെ ആവശ്യങ്ങൾ നടപ്പാക്കും വരെയും ആ പ്രതിഷേധത്തിൽ നിന്ന് അവർ പിന്മാറില്ല, ആ സമരത്തിൽ നിന്ന് പിന്മാറില്ല എന്ന് തന്നെയാണ് പറയുന്നത്. നമുക്കൊപ്പം യുഎൻഎയുടെ ഭാരവാഹി ദിൽബർ കൂടി ചേരുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു പരസ്യ പ്രതിഷേധത്തിലേക്ക് വളരെ ശക്തമായ രീതിയിലേക്ക് ഇതെല്ലാം മുന്നോട്ട് പോകാൻ? നമ്മുടെ മിനിമം സാലറി എന്നുള്ള ആവശ്യം ഇതുവരെ അവർ അംഗീകരിച്ചിട്ടില്ല. അവർക്ക് ഇപ്പം സർക്കാർ ഒരു മിനിമം വേതനം ഒരു പ്രഖ്യാപനം നിശ്ചയിച്ചിട്ടുണ്ട്. അതിന് GDI എൻട്രി നമുക്ക് വരാനായിട്ട് ഇനിയും 4-5-6 മാസം സമയമെടുക്കും. നമുക്ക് അതുവരെ നമ്മൾ ഇനിയും വെയിറ്റ് ചെയ്യാൻ നമുക്ക് പറ്റില്ല. അത് കഴിഞ്ഞ 8 വർഷമായിട്ട് ഞങ്ങൾ കാത്തിരിക്കുകയാണ്. ഇനിയും ക്ഷമിക്കാൻ നമുക്ക് കാര്യം നമുക്ക് ഈ ഇതൊരു ജീവിത നിലവാരം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. 20,000 രൂപ അടിസ്ഥാന ശമ്പളം അല്ല. ഈ നമുക്ക് 2018 ഇറങ്ങിയ ഒരു വ്യവസ്ഥയാണ് 20,000 എന്നുള്ളത്. ഇപ്പൊ 8 വർഷം കഴിഞ്ഞിട്ട് അതിൽ നിന്ന് 25,000 വരെ 5,000 രൂപയുടെ ഒരു ഇൻക്രിമെന്റ് ആണ് അവർ ഉദ്ദേശിക്കുന്നത്. അത് വെച്ചിട്ട് എന്താ നമ്മൾ ജീവ സാഹചര്യങ്ങൾ അങ്ങനെ അല്ലല്ലോ. ഇപ്പൊ ഒരു പെട്രോളിന് തന്നെ ആ സമയത്തുണ്ടായതിനേക്കാളും 10 ഇരട്ടി കൂടിയിട്ടുണ്ട്. ഈ ആവശ്യങ്ങൾ അംഗീകരിച്ച് കിട്ടും വരെ സമരം എന്ന രീതിയിൽ തന്നെയാണ്. അതെ, ആവശ്യം അംഗീകരിച്ച് കിട്ടുന്നവരെ സമരം മുന്നോട്ട് കൊണ്ടുപോകാനാണ് സംഘടനാ തീരുമാനം. ചർച്ച ഇന്നലെ ഒരു ചർച്ച ഞങ്ങൾ പങ്കെടുത്തിരുന്നു. അത് ഇവിടെ സർക്കിൾ ഇൻസ്പെക്ടറിന്റെ മധ്യസ്ഥതയിൽ നമ്മുടെ മാനേജ്മെന്റ് ടീമും നമ്മുടെ UNAയുടെ ഭാരവാഹികളൊക്കെ തമ്മിൽ സംഭാഷണം നടന്ന് അവസാന എഗ്രിമെന്റ് വരെ വന്നതാണ്. ലാസ്റ്റ് നിമിഷം അവർ പറഞ്ഞു ഇന്നൊരു ദിവസം 5 മണിക്ക് മുന്നേ അവർ സൈൻ ചെയ്യാം, ആകും വരെ സമരം തുടരുക എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ വാക്കുകൾ വ്യക്തമാണ്. കാരണം തീരുമാനമാകും വരെ സമരം തുടരുമെന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത്. അതേസമയം മാനേജ്മെന്റിന്റെ ഒരു വിശദീകരണം എന്ന് പറയുന്നത് സർക്കാർ നിശ്ചയിച്ച ആ ശമ്പളം അത് നൽകുന്നുണ്ട്, ആ മാനദണ്ഡം അനുസരിച്ചുള്ള ശമ്പളം നൽകുന്നുണ്ട്. അതിന് പുറമെ മറ്റ് ആനുകൂല്യങ്ങൾ, ഇൻഷുറൻസ് അടക്കമുള്ള ആനുകൂല്യങ്ങൾ കൂടി തങ്ങൾ അനുവദിക്കുന്നുണ്ട്. ജീവനക്കാർ എല്ലാവരെയും ഒരേപോലെ തന്നെ കാണുന്നു. അങ്ങനെ ആ ആനുകൂല്യം തങ്ങൾ ഇവർക്ക് നൽകുന്നുണ്ട് എന്നതാണ് മാനേജ്മെന്റിന്റെ വാദമായിട്ട് പറയുന്നത്. എന്തായാലും ഇപ്പോൾ ഇവർ ആവശ്യപ്പെടുന്നത് അടിസ്ഥാനപരമായ ശമ്പളം, അതിലെ ഒരു വർധനവ് ഇല്ലാതെ തന്നെ തങ്ങൾ ഇവിടെ നിന്ന് പിന്മാറില്ല എന്ന് തന്നെയാണ് അവർ വ്യക്തമാക്കുന്നത്. എന്തായാലും ഈ രീതിയിലുള്ള പ്രതിഷേധം സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വിവിധ ആശുപത്രികൾക്ക് മുന്നിൽ ഇപ്പോൾ മാനേജ്മെന്റുകളാണ് ഇക്കാര്യങ്ങളിൽ തീരുമാനമെടുക്കേണ്ടത് എന്ന രീതിയിലേക്ക് വന്നിരിക്കുന്നു. അങ്ങനെ ആശുപത്രികൾക്ക് മുന്നിലുള്ള ഒരു സമരം പലയിടങ്ങളിലായി തുടരുന്നു. കൊച്ചിയിലെ പ്രതിഷേധവും തുടരുകയാണ്. കൊച്ചിയിൽ നിന്ന് ക്യാമറമാൻ മനോജിനൊപ്പം ഡാനിപോൾ, ന്യൂസ് 18. മന്ത്രി മുഹമ്മദ് റിയാസിനെ കൂകി വിളിച്ച് നഴ്സുമാർ. ഇന്ന് രാവിലെ കോഴിക്കോട് മലാപ്പറമ്പിലെ റോഡ് ഉദ്ഘാടന ചടങ്ങിന് ശേഷം തുറന്ന വാഹനത്തിൽ സഞ്ചരിക്കവേ സിവിൽ സ്റ്റേഷനിൽ എത്തിയപ്പോഴാണ് നഴ്സുമാരുടെ പ്രതിഷേധമുണ്ടായത്. സിവിൽ സ്റ്റേഷന്റെ ഗേറ്റിന് മുന്നിൽ നഴ്സുമാർ കൂട്ടത്തോടെ ധർണ നടത്തുമ്പോഴാണ് റിയാസിന്റെ വാഹനം അതുവഴി കടന്നുപോയത്. ആദ്യം റിയാസ് നഴ്സുമാരെ അഭിവാദ്യം ചെയ്തുവെങ്കിലും കൂകൽ തുടർന്നതോടെ റിയാസിന്റെ വാഹനം യാത്ര തുടരുകയായി. ആറ്റുകാൽ പൊങ്കാലയ്ക്കിടെ തീപ്പൊള്ളലേറ്റ് ചികിത്സയിൽ കഴിഞ്ഞ സ്ത്രീ മരിച്ചു. കോഴിക്കോട് വെസ്റ്റ് ഹിൽ സ്വദേശി
വിജിഷയാണ് മരിച്ചത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ നൽകിയ ശേഷം കോഴിക്കോട് സ്റ്റാർ കെയർ ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു. ഇന്ന് രാവിലെയായിരുന്നു മരണം. അങ്കമാലിയിൽ ബികോം വിദ്യാർത്ഥിനിയുടെ മരണത്തിനിടയായ വാഹനാപകടത്തിൽ പ്രതിയെ പിടികൂടുന്നതിൽ പോലീസിന് വീഴ്ച ഉണ്ടായിട്ടില്ലെന്ന് ആലുവ ഡിവൈഎസ്പിയുടെ അന്വേഷണ റിപ്പോർട്ട്. നടപടിക്രമങ്ങൾ കൃത്യമായി പാലിക്കുകയായിരുന്നു. പോലീസിന്റെ കണ്ണു വെട്ടിച്ച് കടന്നുകളഞ്ഞ പ്രതി സിറിയക് ജോർജിനെ പിടികൂടാൻ കൃത്യമായ പരിശോധന നടത്തിയെന്നും അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അങ്കമാലിയിൽ കാറിടിച്ച വിദ്യാർത്ഥി മരിക്കാനിടയായ സംഭവത്തിൽ പ്രതിയെ പിടികൂടുന്നതിൽ പോലീസിന് അലംഭാവം സംഭവിച്ചിട്ടില്ല എന്നാണ് ഇപ്പോൾ ആലുവ ഡിവൈഎസ്പിയുടെ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്. പ്രതിയെ പിടികൂടുന്നതിൽ പോലീസ് യാതൊരു രീതിയിലുള്ള ശ്രദ്ധയും പുലർത്തിയിരുന്നില്ല എന്ന് അപകടത്തിൽ മരിച്ച പെൺകുട്ടിയുടെ കുടുംബം ആക്ഷേപം ഉന്നയിച്ചിരുന്നു. വിദ്യാർത്ഥി ജസ്ലിയയാണ് ഈ അപകടത്തിൽ മരിച്ചത്. ജസ്ലിയ ആദ്യഘട്ടത്തിൽ അപകടത്തിൽപ്പെടുമ്പോൾ പിന്നീട് ഇങ്ങോട്ട് ആശുപത്രിയിൽ കഴിയുമ്പോഴും മരണപ്പെട്ടതിനു ശേഷവും ഈ പ്രതിയെ പിടികൂടുന്ന പ്രതിയായ കാർ ഓടിച്ചിരുന്ന ഡോക്ടർ സിറിയക് പി ജോർജിനെ പിടികൂടാൻ പോലീസിന് കഴിഞ്ഞിരുന്നില്ല. കുട്ടിയുടെ കുടുംബം പെൺകുട്ടിയുടെ മരണശേഷം ഇത് വലിയ രീതിയിലൊരു ആക്ഷേപമായി ഉയർത്തിക്കൊണ്ടുവന്നിരുന്നു. ഇയാളെ പിടികൂടുന്നതിൽ പോലീസിന് യാതൊരു രീതിയിലുള്ള ശ്രദ്ധയും ഉണ്ടായിരുന്നില്ല. ഇയാളുടെ ഒപ്പമുണ്ടായിരുന്ന കൂടെയുണ്ടായിരുന്നയാൾ പോലീസ് സ്റ്റേഷനിലെത്തി മൊഴി നൽകുന്നത് അടക്കമുള്ള സാഹചര്യങ്ങളുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് ഈ പ്രതിയെ പിടികൂടുന്നതിലേക്കടക്കം പോലീസ് തികഞ്ഞ അലംഭാവമാണ് കാണിച്ചത്. പോലീസിൻ്റെ അശ്രദ്ധ കൊണ്ട് ഈ പ്രതി രക്ഷപ്പെടുകയാണ് എന്നതടക്കമുള്ള ആക്ഷേപം ഉന്നയിച്ചിരുന്നു. ഒടുവിൽ പോലീസ് ലുക്കൌട്ട് നോട്ടീസ് അടക്കം ഇയാളെ പിടികൂടുന്നതിന് പുറത്തിറക്കേണ്ടി വന്ന ഒരു സ്ഥിതിയെല്ലാം തന്നെ ഉണ്ടായിരുന്നു. ഈ ഘട്ടത്തിലാണ് പെൺകുട്ടിയുടെ കുടുംബം ഈ ആക്ഷേപം ഉന്നയിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ റൂറൽ SP ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്വേഷണം നടത്താൻ ആലുവ ഡിവൈഎസ്പിയെ ചുമതലപ്പെടുത്തിയിരുന്നു. പോലീസുകാർക്ക് പ്രതിയെ പിടികൂടുന്നതിൽ ഏതെങ്കിലും രീതിയിലുള്ള വീഴ്ച സംഭവിച്ചോ, ഏതെങ്കിലും രീതിയിൽ പ്രതിയെ സഹായിക്കുന്നതുമായ നടപടികളുണ്ടായോ എന്നതടക്കമുള്ള കാര്യങ്ങൾ വിശദമായി പരിശോധിക്കാനായിട്ട് ആവശ്യപ്പെട്ടിരുന്നു. പോലീസ് ആലുവ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്വേഷണം നടത്തി. അപകടമുണ്ടായതു മുതൽ പിന്നീട് ഇങ്ങോട്ട് പോലീസ് സ്വീകരിച്ച നടപടികളെല്ലാം തന്നെ കൃത്യമായി പരിശോധിക്കുകയും പിന്നീട് ഇയാളെ പിടികൂടുന്നതിന് വേണ്ടി നടത്തിയ ശ്രമങ്ങൾ ഇതെല്ലാം തന്നെ പരിശോധിക്കപ്പെടുകയും ചെയ്തിരുന്നു. പോലീസ് ഒരു ഘട്ടത്തിൽ ഇയാളെ പിടികൂടുന്നതിന് തൊട്ട് സമീപം എത്തിയതാണെന്നതടക്കമുള്ള പരാമർശങ്ങൾ ഉണ്ടായിരുന്നു. വാഗമണിൽ തെരച്ചിൽ നടത്തിയ വിശദാംശങ്ങളടക്കം പോലീസ് പരിശോധിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിനുശേഷമാണ് ഇപ്പോൾ റിപ്പോർട്ട് SP-ക്ക് നൽകിയിരിക്കുന്നത്. അത് യാതൊരു രീതിയിലുള്ള വീഴ്ചകളും പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടായിട്ടില്ല. പ്രതിക്ക് വേണ്ടിയുള്ള അന്വേഷണമായിരുന്നു നടത്തിയത്. പ്രതി ഒളിവിൽ പോവുകയായിരുന്നു. ഈ കൃത്യത്തിന് ശേഷം പ്രതി ഒളിവിൽ പോവുകയായിരുന്നു. ഇയാളെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള പരമാവധി ശ്രമങ്ങൾ നടത്തിയിരുന്നു. പിന്നീട് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഉടൻ തന്നെ ഇയാളുടെ അറസ്റ്റിലേക്കടക്കം നീങ്ങുകയും ചെയ്തു എന്നതാണ് റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. ഏതായാലും SP-ക്ക് ഇപ്പോൾ ആലുവ SP-ക്ക് ആലുവ DYSP ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. ഇലന്തൂർ ഇരട്ട നരബലി കേസിന്റെ വിചാരണ തുടങ്ങി. സാമ്പത്തിക അഭിവൃദ്ധിക്കായി തമിഴ്നാട് ധർമ്മപുരി സ്വദേശിനി പത്മയെ ബലി നൽകിയ കേസിലാണ് എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതിയിൽ വിചാരണ തുടങ്ങിയത്. പത്മയുടെ സഹോദരി പളനിയമ്മയുടെ വിചാരണയാണ് ഇന്ന് നടന്നത്. വടക്കാഞ്ചേരി സ്വദേശിനി റോസ്ലിന്റെ കൊലപാതക കേസിൽ 12-ാം തീയതി വിചാരണ തുടങ്ങി. സാമ്പത്തിക അഭിവൃദ്ധിക്കായി സേലം ധർമ്മപുരി സ്വദേശിയും പിന്നീട് എറണാകുളത്ത് വന്ന് താമസിച്ചതുമായ പത്മയെ ബലി നൽകിയ കേസിലാണ് വിചാരണ ആരംഭിച്ചിരിക്കുന്നത്. കാലടി മറ്റൂരിൽ വാടകയ്ക്ക് താമസിക്കുകയായിരുന്ന ആലപ്പുഴ കൈനഗിരി സ്വദേശി റോസ്ലിൻ തിരോധാന കേസിൽ 12-ന് വിചാരണ ആരംഭിക്കും. എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതി 5-ൽ ജഡ്ജി P. മധുസൂദനനാണ് വാദം കേൾക്കുക. 2 കേസുകളിലുമായി സർക്കാർ നിയോഗിച്ച സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ P. അജകുമാർ വാദിഭാഗത്തിനായി ഹാജരായിട്ടുണ്ട്. വെല്ലുവിളികൾ ഉണ്ടായെങ്കിലും അതെല്ലാം അതിജീവിക്കുമെന്ന് അഭിഭാഷകൻ അറിയിച്ചു. ഇലന്തൂർ നരബലി കേസിന്റെ വിചാരണ തുടങ്ങുകയാണ്. 2 കേസുകളുണ്ട്. ഒന്ന് കടവന്ത്ര പോലീസ് സ്റ്റേഷൻ രജിസ്റ്റർ ചെയ്ത പത്മ എന്ന സ്ത്രീയുടെ തിരോധാനവുമായിട്ട് അനുബന്ധിച്ചുള്ള കേസാണ് ഇന്ന് തുടങ്ങുന്നത്. അടുത്ത ആഴ്ച ഇതിനോടൊപ്പം തന്നെ കാലടി പോലീസ് രജിസ്റ്റർ ചെയ്ത റോസ്ലി എന്ന് പറയുന്ന സ്ത്രീയുടെ മരണത്തെ സംബന്ധിച്ചും നരബലിയെ സംബന്ധിച്ചുമുള്ള കേസ് തുടങ്ങും. ഏകദേശം 2 കേസിലും 200ഓളം സാക്ഷികൾ വീതമുണ്ട്. വളരെ ദീർഘമായ അന്വേഷണം നടത്തി 90 ദിവസത്തിനകത്ത് തന്നെ കേരള പോലീസ് അതിവിദഗ്ധമായിട്ട് അന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ചിട്ടുള്ള കേസാണ്. നമ്മുടെ മനസ്സിനെ മരവിപ്പിക്കുന്ന രീതിയിലുള്ള കൊടും ക്രൂരതയാണ് ഈ കേസിൽ നടന്നിട്ടുള്ളത്.
അത് വിചാരണ എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കാനാണ് ശ്രമിക്കുന്നത്. പ്രോസിക്യൂഷനെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ വെല്ലുവിളികളുണ്ട്. പക്ഷേ അതെല്ലാം അതിജീവിക്കാൻ കഴിയും എന്നാണ് വിശ്വാസം. പത്മയുടെ സഹോദരി പളനി അമ്മയുടെ വിചാരണയാണ് ഇന്ന് നടന്നത്. റോസ്ലിന്റെ മകളുടെ വിചാരണ 12-ന് നടക്കും. ഒന്നാം പ്രതി പെരുമ്പാവൂർ സ്വദേശി മുഹമ്മദ് ഷാഫി, രണ്ടാം പ്രതി നാട്ടുവൈദ്യൻ ഇലന്തൂർ സ്വദേശി ഭഗവത് സിംഗ്, മൂന്നാം പ്രതി ഭഗവത് സിംഗിന്റെ ഭാര്യ ലൈല എന്നിവരെ കോടതിയിൽ ഹാജരാക്കി. ഫേസ്ബുക്കിൽ ശ്രീദേവി എന്ന പേരിൽ വ്യാജ പ്രൊഫൈൽ നിർമ്മിച്ച ഷാഫി ഐശ്വര്യത്തിനും സമ്പൽ സമൃദ്ധിക്കും വേണ്ടി പൂജ നടത്താൻ ബന്ധപ്പെടുക എന്ന ഒരു കുറിപ്പിടുകയായിരുന്നു. ഇത് കണ്ടാണ് ഭഗവത് സിംഗും ലൈലയും ഷാഫിയുമായി സംസാരിക്കുന്നതും പൂജയ്ക്കായി വീട്ടിലേക്ക് ക്ഷണിക്കുന്നതും. ദോഷം മാറാൻ നരബലി വേണമെന്ന് വിശ്വസിപ്പിച്ച് പണം കൈപ്പറ്റി. 2022 ജൂൺ 7-ന് റോസ്ലിനെയാണ് ആദ്യം കൊലപ്പെടുത്തുന്നത്. മുൻജന്മ പാപം തീർന്നില്ലെന്ന് ദമ്പതികളെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് സെപ്റ്റംബർ 26-ന് പത്മത്തെയും എത്തിച്ച് ബലി നൽകി. തല അറുത്ത ശേഷം കൈകാലുകളെല്ലാം വെട്ടിമാറ്റി വീട്ടിന്റെ സമീപത്ത് തന്നെ കുഴിച്ചിടുകയായിരുന്നു. ആദ്യ നരബലിയിൽ തന്നെ പ്രതികൾ 3 പേരും ഈ മരിച്ച വ്യക്തിയുടെ മാംസം ഭക്ഷിച്ചു എന്നുകൂടി പോലീസ് കണ്ടെത്തിയിരുന്നു. കണ്ണൂർ ADM ആയിരുന്ന നവീൻ ബാബുവിന്റെ ആത്മഹത്യയിൽ തുടരന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ ഈ മാസം 12-ന് വിധി പറയും. തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതിയാണ് വിധി പറയുന്നത്. കുറ്റപത്രത്തിലെ 13 വീഴ്ചകൾ ചൂണ്ടിക്കാട്ടിയാണ് ഹർജി. നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷയാണ് ഹർജി നൽകിയത്. CPM നേതാവും കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് PP ദിവ്യയാണ് കേസിലെ പ്രതി. കേസിൽ തുടരന്വേഷണം ആവശ്യമില്ലെന്ന് കാട്ടി പോലീസ് റിപ്പോർട്ട് നൽകിയിരുന്നു. ഹൈസ്പീഡ് റെയിൽ പദ്ധതിയുടെ ഭാഗമായി മെട്രോമാൻ E ശ്രീധരൻ നടത്തുന്ന സാമൂഹ്യ അവബോധന പരിപാടിക്ക് മലപ്പുറത്ത് തുടക്കമായി. പദ്ധതിയെക്കുറിച്ച് പൊതുജനങ്ങൾക്കുള്ള ആശങ്കകൾ ദൂരീകരിക്കുകയും സംശയങ്ങൾക്ക് മറുപടി നൽകുകയുമാണ് ലക്ഷ്യം. ഹൈസ്പീഡ് റെയിൽ പദ്ധതിയുടെ സർവേ നടത്താൻ കേന്ദ്രം E ശ്രീധരനെ ചുമതലപ്പെടുത്തിയിട്ടില്ലെന്ന അതിവേഗ റെയിൽ കോർപ്പറേഷന്റെ പ്രതികരണം ചർച്ചയാകുന്നതിനിടെയാണ് പരിപാടി നടത്തുന്നത്. അതിവേഗ പാതയെക്കുറിച്ചുള്ള ബോധവൽക്കരണ പരിപാടിക്ക് E ശ്രീധരൻ തുടക്കം കുറിച്ചത് മലപ്പുറത്ത് നിന്നാണ്. പക്ഷേ മലപ്പുറത്ത് അദ്ദേഹത്തിൻ്റെ ആദ്യ പരിപാടിക്ക് പ്രതീക്ഷിച്ചത്ര ജനപങ്കാളിത്തം ഉണ്ടായില്ല എന്നുള്ളതൊരു വസ്തുതയാണ്. ഒരുപക്ഷെ നോമ്പുകാലമായതുകൊണ്ടും ഈ ഒരു യോഗത്തെക്കുറിച്ച് വലിയ പബ്ലിസിറ്റി കിട്ടാത്തതുകൊണ്ടുമാകാം ജനപങ്കാളിത്തം കുറഞ്ഞതെന്ന് വേണം വിലയിരുത്തുവാൻ. പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയവരെല്ലാം തന്നെ അദ്ദേഹവുമായി ഇക്കാര്യത്തെക്കുറിച്ചുള്ള സംശയങ്ങൾ പങ്കുവെക്കുകയും അദ്ദേഹം അതിന് മറുപടി നൽകുകയും ചെയ്തു. എന്തുകൊണ്ട് ഈ ഒരു പദ്ധതി വരണം, മലപ്പുറം ജില്ലയ്ക്ക് ഇതിൻ്റെ ഒരു നേട്ടം എന്താണ്, മലപ്പുറത്ത് നിന്നും മറ്റ് സ്ഥലങ്ങളിലേക്കുള്ള യാത്രയുടെ സമയം കുറയുന്നതും മറ്റ് നേട്ടങ്ങളുമൊക്കെ അദ്ദേഹം ഈ ഒരു പരിപാടിയിൽ ജനങ്ങളുമായി പങ്കുവെക്കുകയും ചെയ്തു. ഇത് ഫസ്റ്റ് ഫേസിലാണ് നമ്മൾ കണ്ണൂർ ചെയ്യുന്നത്. ഈ ഇങ്ങനത്തെ ലൈൻ വന്നാൽ അതിന് ഗുണങ്ങളും സൗകര്യങ്ങളും കണ്ടാൽ ഒരു ബിഗ് ഡിമാൻഡ് ഫോർ ദിസ്. ആദ്യം തന്നെ കണ്ണൂരിന് കാസർഗോഡ് ഉള്ള മംഗലാപുരത്തേക്ക് വേണ്ടി വരും. മംഗലാപുരത്ത് നിന്ന് അവർക്ക് ബാംഗ്ലൂർ ബോംബെക്ക് വേണ്ടി വരും. അത് എക്സ്റ്റെൻഡ് ചെയ്യാൻ സാധിക്കും, തീർച്ചയായും എക്സ്റ്റെൻഡ് ചെയ്യാം. പിന്നെ തമിഴ്നാട്ടിലെ പാലക്കാട്ടേക്ക് കോയമ്പത്തൂർക്കൊക്കെ വേണമെങ്കിൽ ചെയ്യാം. ഇതിൻ്റെ സക്സസ് കണ്ടാൽ ആൾക്കാർ എവരിബഡി വിൽ ബി വാണ്ടിങ് ഇറ്റ്. ഇത് ബോംബെക്ക് ഇടുകയാണെങ്കിൽ മംഗലാപുരം ടു ബോംബെ വിൽ ടേക്ക് ഓൺലി 6 hours. നിലമ്പൂർ നഞ്ചമ്പൂർ റെയിൽവേൻ്റെ DPR 3 കൊല്ലം മുമ്പേ തന്നെ റെയിൽവേ എത്തിച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവർ DPR ഉണ്ടാക്കി. ആ DPR ഞാൻ ചോദിച്ചു ഒരു കോപ്പി. അത് പല മിസ്റ്റേക്സും അത് പല എടുക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് DPR പിന്നെ ഉണ്ടാക്കണം, സമയമെടുക്കും. വിത്തിൻ അനദർ 1 month DPR പീരീഡ്. എന്നാണെങ്കിലും ഈ ഒരു പദ്ധതി യാഥാർത്ഥ്യമാകും എന്ന പ്രതീക്ഷ തന്നെയാണ് അദ്ദേഹം പങ്കുവയ്ക്കുന്നത്. പരിപാടിയിൽ പങ്കെടുത്തവരെല്ലാം മലപ്പുറം നഗരത്തിൽ ഇത് വരേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും ഊന്നി പറഞ്ഞു. മലപ്പുറം നഗരത്തിൽ തന്നെ ഇതിൻ്റെ ഒരു സ്റ്റേഷൻ വേണമെന്ന ആവശ്യം അവർ വീണ്ടും ആവർത്തിച്ചു. ഇതിൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ ഇനിയുള്ള ദിവസങ്ങളിൽ പങ്കുവയ്ക്കുമെന്നാണ് E ശ്രീധരൻ ഉറപ്പ് നൽകിയിരിക്കുന്നത്. ഇതേപോലെ തന്നെ കേരളത്തിലെ മറ്റ് എല്ലാ പ്രധാന നഗരങ്ങളിലും സമാനമായ രീതിയിൽ ഈ ഒരു പദ്ധതിയെക്കുറിച്ചുള്ള ആശയം സംവേദനം നടത്തുന്ന പരിപാടികൾ സംഘടിപ്പിക്കുമെന്നാണ് E ശ്രീധരൻ അറിയിച്ചിരിക്കുന്നത്. അതിൻ്റെ സമയവും മറ്റ് വിശദാംശങ്ങളും വരും ദിവസങ്ങളിൽ അറിയിക്കുമെന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. മലപ്പുറത്തു നിന്നും CV അനുമോദ്, ന്യൂസ് 18. 2020 ലോകകപ്പിൽ ഇന്ത്യയുടെ വിജയശില്പിയും പ്ലെയർ ഓഫ് ദ ടൂർണമെന്റുമായ സഞ്ജു സാംസന് സംസ്ഥാന സർക്കാർ സ്വീകരണം നൽകും. സംസ്ഥാന സർക്കാരിന്റെ ഔദ്യോഗിക സ്വീകരണം തിരുവനന്തപുരത്ത് നടത്തുമെന്ന് മന്ത്രി V ശിവൻകുട്ടി അറിയിച്ചു.
ഇനി സ്വർണം വെള്ളി നിരക്കുകൾ കൂടി നോക്കാം. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 14,820, പവന് 1,18,560. 18 ക്യാരറ്റ് ഗ്രാമിന് 12,225, പവന് 97,800. വെള്ളി ഗ്രാമിന് 280, കിലോയ്ക്ക് 2,80,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. ഇടവേളയ്ക്ക് ശേഷം സ്പോട്ട് ലൈവ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.